ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ. ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന 1000 പുണ്യനാമങ്ങള് ദേവിയുടെ, പരാശക്തിയുടെ, ജഗദംബികയുടെ ആ ഒരു 1000 നാമങ്ങളിലൂടെ നമ്മളിപ്പോ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരശുദ്ധിയാണ് ഇതിന്റെ ഫലം പറയുന്നത്. അപ്പോൾ നമ്മള് 88ാമത്തെ നാമം, അതായത് മന്ത്രം എന്താണ്, അമ്മയുടെ സ്ഥൂല രൂപം കണ്ടു, സൂക്ഷ്മ രൂപം കണ്ടു. ഇനി അടുത്തതായിട്ട് 88ാമത്തെ മൂലമന്ത്രാത്മിക എന്ന് പറയുന്ന നാമം മുതൽ നമ്മൾ അടുത്ത സ്വരൂപം, അതായത് അമ്മയുടെ മൂന്നാമത്തെ ഇതായിരിക്കുന്ന കുണ്ടലിനി സ്വരൂപത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ നമ്മൾ അധ്യായമായിട്ട് തിരിക്കുകയാണെങ്കിൽ അധ്യായം 5, 4 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞു. ലളിതാ സഹസ്രനാമം എപ്പോഴും 14 അധ്യായം. നമുക്ക് അങ്ങനെ തിരിച്ച് പഠിക്കുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം ദേവിയുടെ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, പരം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് എന്താണ് അത്രയും നാമങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ അധ്യായം തിരിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഇന്ന് 5ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുണ്ടലിനി സ്വരൂപം എന്ന് പറയുന്നത് 24 നാമങ്ങൾ അടങ്ങുന്നതാണ്. അതായത് 88 മുതൽ 111 നാമം വരെയുള്ള ദേവിയുടെ എല്ലാ മനുഷ്യരുടെ ശരീരത്തിലും കുണ്ടലിനി ശക്തിയായിട്ട് ആ പരാശക്തി ജഗദംബിക ലളിതാദേവി നമ്മുടെ ഉള്ളിൽ എങ്ങനെ ഇരിക്കണു, ദേവിയുടെ ആ സ്വരൂപം എന്താണ്, കുണ്ടലിനി സ്വരൂപമായിട്ട് എങ്ങനെ വർത്തിക്കണു എന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. ഇപ്പൊ ജീവിതത്തില് ഒരുപാട് പുണ്യമുള്ളവർക്ക് മാത്രം പഠിക്കാൻ സാധിക്കുന്നതാണ് അമ്മയുടെ കുണ്ടലിനി രൂപം. കാരണം സാധാരണ വ്യക്തികൾക്ക് മന്ത്ര ദീക്ഷ ഇല്ലാതെ വായിക്കുന്നവര് കാണും, മന്ത്രദീക്ഷയോടുകൂടി വായിക്കുന്ന കാണും. പക്ഷെ എല്ലാവർക്കും ഓരോന്നും പ്രത്യേകം അറിഞ്ഞോളണമെന്നില്ല. കാരണം കുണ്ടലിനി സ്വരൂപമൊക്കെ അനേക ജന്മങ്ങളിലെ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിക്കാനും അത് അറിയാനും സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഒരു സൂക്ഷ്മമാണിത്. കാരണം ഇത് പഠിക്കാൻ ഏറ്റവും നല്ല തിഥി എന്ന് പറയുന്നത് നവമി തിഥിയാണ്. കാരണം നവമിയിലാണ്, കാരണം പഞ്ചമി, നവമി ഏറ്റവും അമ്മ പൂർണ്ണമായിട്ട് നിൽക്കണം. നമുക്കറിയാം 16ാമത്തെ തിഥിയായ മഹാനിത്യ, അതായത് പൂർണ്ണമായിരിക്കുന്ന പൗർണമിയായിരിക്കുന്ന അമ്മ, അന്നാണ് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ന്യൂറോൺസ് തെളിഞ്ഞ് അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഈ കുണ്ടലിനി സ്വരൂപത്തെ പഠിക്കാനായിട്ട് സൂക്ഷ്മതമമായതുകൊണ്ട് ഏറ്റവും നല്ല തിഥി നവമിയാണെന്ന് പറയാറുണ്ട്. മനുഷ്യ ജന്മം എന്ന് പറഞ്ഞാല് 4 വഴികളിൽ കൂടെ പോകുന്നതാണ്. നമുക്കറിയാം നമ്മുടെ സനാതന ധർമ്മത്തില് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 100% മനുഷ്യൻ ജനിക്കുമ്പോൾ നമുക്കറിയാം നമ്മളിലെ ഗുണങ്ങള് 100%ആണ്. അതിൽ 33% സത്വം, രജസ്, തമസ്, ഇങ്ങനെയായിരിക്കും അതിന്റെ ആ ഒരു പ്രൊപ്പോർഷൻ. വളരുമ്പോ ആ ഒരു സത്വം 100% ആക്കും ചിലര്, മറ്റു ഗുണങ്ങൾ 100% ആക്കും ചിലര് രജോ ഗുണത്തിൽ തന്നെ ജീവിക്കും, ചിലര് 100% തമോ ഗുണത്തിൽ തന്നെ ജീവിച്ച് ശരീരം വിട്ടുപോകും. അപ്പൊ ധർമ്മം ആദ്യം വച്ചിരിക്കുന്ന എന്തുകൊണ്ട് വന്നാല് അത് മനുഷ്യന്റെ ജീവിതം ധാർമ്മികമായിട്ട് ജീവിക്കണം. എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കാനാണ് ധർമ്മത്തെ ആദ്യം പറയുന്നത്. എന്നിട്ട് വേണം മറ്റെല്ലാം അനുഭവിക്കാൻ, അല്ലെ? ബേസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാല് ധർമ്മമാണ്. നമ്മളെ വേദത്തിന്റെ അധിഷ്ഠാനം എന്താണെന്ന് ചോദിച്ചാൽ ധർമ്മം. ധർമ്മോഖിലം വേദമൂലം എന്നാണ്, അല്ലെ? അപ്പൊ ആ ഒരു ധർമ്മത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. വേദോ അഖില ധർമ്മ മൂലം. ഇപ്പൊ നമ്മൾ ഏത് ശാസ്ത്രം എടുത്താലും നമ്മൾ എന്താ, ഒരു ധാർമ്മികമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പഠിച്ചാല് അവന്റെ അവിദ്യ, അല്ലെ, മായ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ എപ്പോഴും കട്ട പിടിച്ച് കിടക്കുന്ന അതിനെ അതിക്രമിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. മഹാമായയാണ് അമ്മ. അപ്പൊ ആ മഹാമായ തന്നെ വ്യക്തി ശരീരത്തില് നമ്മൾ പ്രപഞ്ചം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ മായ എന്നും, വ്യക്തി അധിഷ്ഠിതമായിട്ട് വരുമ്പോൾ അതിനെ നമ്മൾ അവിദ്യാമായ എന്നും പറയും. കാരണം അവിദ്യയായിട്ട്, അജ്ഞാനമായിട്ട് നമ്മുടെ ശരീരത്തില് അത് പലതിനെ മറച്ചുകൊണ്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അറിയാൻ നമ്മളെ സാധിക്കാതെ ഇരിക്കാൻ കാരണം ഈ മായ അവിദ്യയായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. ചിലര് ജന്മം മുഴുവനും പണത്തിന് വേണ്ടി മാത്രം ജീവിക്കും. കാരണം എന്താ, ഒരുപാട് വീട്, അവരെന്തിലാണ് അവര് സന്തോഷം കണ്ടെത്തുന്നതിനെ ആശ്രയിച്ചിരിക്കും. ധാരാളം വീടുകള്, വാഹനങ്ങള് തുടങ്ങിയവയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് അവര് എന്താ പറയാ, അതില് സന്തോഷം കണ്ടെത്തി അവര് ശരീരം വിട്ടുപോകും. ചിലര് കാമങ്ങൾക്ക് പുറകെ പാഞ്ഞുകൊണ്ടേയിരിക്കും. ചിലര് ധർമ്മത്തിന് വേണ്ടി സത്സംഗങ്ങള്, ഈശ്വര വിചാരം തുടങ്ങിയുള്ള സത്വഗുണ പ്രധാനമായിരിക്കുന്ന കർമ്മങ്ങളില്
ജീവിക്കും. അപ്പോ മാനവ സേവ, മാധവ സേവ, മറ്റുള്ളവരെ സഹായിക്കുന്നത് ചിലര് ധർമ്മമായിട്ട് കാണും. ചിലര് മോക്ഷത്തിന് വേണ്ടി, അതായത് നാലാമത്തെ പുരുഷാർത്ഥമാണ് മോക്ഷം അല്ലെ? അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നു. അവരെയാണ് നമ്മൾ ഋഷിമുനിമാര്, ലോക ഉപകാരാർത്ഥം ജീവിക്കുന്നവര്, ദേവന്മാര് എന്നൊക്കെ പറയുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് ഞാൻ ആര് അല്ലെ, ഹൂ ആം ഐ എന്നതായിരിക്കും ചോദ്യം അല്ലെ. ആ ഒരു മെഡിറ്റേഷൻ, അതിനെയാണ് നമ്മൾ മോക്ഷാർത്ഥി ചെയ്യുന്നത്. കാരണം ആ ഒരു തത്വം എപ്പോഴാണോ ഉള്ളില് തോന്നുന്നത്, കാരണം ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എവിടേക്ക് പോണു അല്ലെ, ആ ഒരു ചോദ്യം ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും അങ്ങനെ ഒരു വ്യക്തിക്ക്. ആ വ്യക്തി മോക്ഷത്തിലേക്ക്, മോക്ഷത്തിന്റെ സാധനകളിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാം. ചിലര് പ്രധാനമായിട്ടും മോക്ഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്നവർക്കാണ് ഞാൻ ആര് എന്ന ചോദ്യം ഉണ്ടായിരിക്കുന്നത്. കാരണം അവരുടെ മെഡിറ്റേഷനിൽ പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൂ ആം ഐ എന്നുള്ള ഒരു ചോദ്യം. ഞാൻ ആര്? ഞാൻ എവിടെ നിന്നാണ് വന്നത്? എവിടെയൊക്കെയാണ് പോകുന്നത്? എന്താണ് ഇനി എന്റെ, എന്താ പറയുക, ഞാൻ ഈ ശരീരമാണോ, മനോബുദ്ധി അഹങ്കാരങ്ങളാണോ എന്നുള്ള ചോദ്യം അവരുടെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ ഭക്തി, ആത്മീകം എന്നത് എത്ര നിറച്ചാലും നിറയാത്തതാണ്. കാരണം അത് ഒരിക്കലും അതിന്റെ ഒരു ഫുൾ നമുക്കതിന്റെ കിട്ടിയെന്ന് പറയുമ്പോൾ, കാരണം ഈശ്വരനെ പൂർണ്ണമായിട്ട് അറിയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല അല്ലെ. ഒരിക്കലും നമുക്കതിൽ ബോറടിക്കില്ല. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും പഠിക്കുകയും കേൾക്കുകയും, കാരണം ഒരിക്കൽ ആ ജ്ഞാനാഗ്നി, എനിക്ക് ആ ജ്ഞാനം വേണമെന്ന അറിവ് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും അത് പൂർണ്ണമാക്കാതെ, അതിൽ ലയിക്കാതെ ആ ജീവന് പിന്മാറാൻ സാധ്യമല്ല. കാരണം പിന്നെ അവർക്ക് ഏറ്റവും രസിക്കുന്നത് ഭൗതിക കാര്യങ്ങളിലായിരിക്കില്ല. കാരണം ഇപ്പൊ ഇന്ന് നമ്മൾ ദേവിയെ കുറിച്ച്, അല്ലെങ്കിൽ ശിവനെ കുറിച്ച്, വിഷ്ണുവിനെ കുറിച്ച്, ആരാണോ നമ്മുടെ ഇഷ്ടദേവത, അത് ഇങ്ങനെ നമ്മുടെ ആത്മാവില് നമ്മുടെ ഇഷ്ടദേവനുമായിട്ട് അത് കൂടുതൽ അറിയാനും അതിൽ ലയിക്കാനും, എങ്ങനെയാണോ ഒരു മീന് കരയിൽ പിടിച്ചിട്ടാൽ അതിന്റെ ജീവന്, പ്രാണന് വേണ്ടി പിടയുന്ന പോലെ ആ സമുദ്രത്തിലെ വെള്ളത്തിലേക്ക് ചാടാൻ വേണ്ടി നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു ചെറിയ ജീവാത്മാവ് സമുദ്രമായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനിൽ ലയിക്കാൻ, അല്ലെങ്കിൽ അമ്മയിൽ ലയിക്കാൻ വേണ്ടി വെമ്പല് കൊണ്ടുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടി എത്ര വഴികൾ സ്വീകരിക്കും. അനേക ആളുകളെ ഗുരുക്കന്മാരായിട്ട് സ്വീകരിക്കും. പലയിടത്തും ജ്ഞാനം തേടി നടക്കും. ക്ഷേത്രങ്ങളില്, തീർത്ഥസ്ഥലങ്ങളില്, അല്ലെ, ആ ഒരു കൈലാസം തുടങ്ങിയ പർവ്വത പർവ്വത പ്രദേശങ്ങളിൽ എവിടെയാണ് എന്റെ ഭഗവാനെ കിട്ടുക, എനിക്ക് എവിടെ അത് അറിഞ്ഞാലും മുക്തി കിട്ടും, എവിടെ എനിക്ക് സമാധാനം കിട്ടുമെന്ന് അറിഞ്ഞ് ആ ജീവൻ യാത്ര ആരംഭിക്കുകയാണ്. ഇതാണ് മോക്ഷം എന്ന് പറയുന്ന അവസാനത്തെ പുരുഷാർത്ഥം. അതുകൊണ്ടാണ് പറയുന്നത് നമ്മള് എത്ര നിറച്ചാലും നിറയാത്തതാണ് അതെന്ന്. കാരണം എത്ര സമയം ദേവിയെ കേട്ടാലും നമുക്ക് വീണ്ടും 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 കേൾക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും. നമ്മള് എപ്പോഴും സാധാരണ ഭൗതിക ജീവിതത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തിരിക്കാനാണ് ഇഷ്ടം അല്ലെ. നമ്മൾ ആരെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എടുത്തു വെച്ച് കളിപ്പിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവർ വളരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമാണോ അവരുടെ കൂടെ ഇരിക്കാൻ? അവരുടെ ആറ്റിറ്റ്യൂഡ് മാറുമ്പോൾ നമുക്ക് അത്രയും ഇഷ്ടാവില്ല. അപ്പൊ നമുക്ക് ഏറ്റവും സന്തോഷം, നമുക്ക് സന്തോഷം തരുന്നതാണ് നമ്മുടെ മനസ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെ. നമ്മളുമായിട്ട് സംവദിക്കാൻ ഇഷ്ടമുള്ളവര്, നമ്മളെ അറിയുന്നവര്, നമുക്ക് അറിയാൻ താല്പര്യമുള്ളവര്, മനസ്സുകൊണ്ട് വല്ലാത്തൊരു ബോണ്ടേജ് അവരുമായിട്ടുണ്ടാകും. അതിനെയാണ് പാശം എന്ന് പറയുക. അപ്പൊ നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവരുടെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല. അവരെ കാണാന്, അവരുമായിട്ട് സംസാരിക്കാൻ ഇങ്ങനെ മനസ്സ് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു പതിവ്രത എങ്ങനെയാണോ തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്നത് അതുപോലെ എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അതിനൊക്കെ എത്രയോ മടങ്ങ് അപ്പുറമാണ് ഈശ്വരന് വേണ്ടിയുള്ള ദാഹം എന്ന് പറയുന്നത്. അത് ഒരിക്കൽ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ എത്ര അമ്മയെ കേട്ടാലും, അമ്മയുടെ കൂടുതൽ അപദാനങ്ങൾ കേൾക്കുക, അമ്മയുടെ സ്തോത്രങ്ങൾ ചൊല്ലുക, അമ്മയുടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, അമ്മയുടെ വിവിധ ഭാവങ്ങള്, രൂപങ്ങള്, ഇതെല്ലാം എത്ര കണ്ടാലും കേട്ടാലും മതി വരില്ല അല്ലെ. നമുക്കത് അനുഭവിച്ചവർക്ക് നന്നായിട്ട് അറിയാം. വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് തോന്നും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ദേവിയുടെ കുണ്ടലിനി സ്വരൂപമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അനേക ജന്മത്തെ അമ്മയുടെ അനുഗ്രഹം തന്നെ വേണം അല്ലെ. അപ്പൊ കുണ്ടലിനി സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രങ്ങള്, അതായത് ആ ശരിക്കും പറഞ്ഞാല് ഈ മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു 24 കാരറ്റ് സ്വർണം പോലെയാണ്. കാരണം അത്രയും, എന്താണ് മന്ത്രം? മനനാൽ ത്രായതേ ഇതി മന്ത്രം അല്ലെ. ആരാണോ അത് ജപിക്കുന്നത് അവനെ രക്ഷിക്കും. കാരണം ആ മന്ത്രത്തിനെല്ലാം തന്നെ രൂപങ്ങളുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറച്ച് വാക്കുകളല്ല, അതിന് രൂപമുണ്ട്. പഞ്ചദശി മന്ത്രത്തിന്റെ രൂപം ആരാണ്? സാക്ഷാൽ ലളിതാംബിക അല്ലെ. മന്ത്രം നമുക്ക് 3 രീതിയിൽ പറയാം. ഒന്ന് വൈഖരി, ആ ഒരു ചുണ്ടനക്കി
ചെറുതായിട്ട് പറയുന്നതിനെ ഉപാംശു എന്ന് പറയും. പിന്നെ മനസ്സിൽ മാത്രം വളരെ സൈലന്റ് ആയിട്ട് ഉള്ളിൽ ജപിക്കുന്ന മന്ത്രം. അപ്പൊ 3 തരത്തിൽ നമുക്ക് മന്ത്രങ്ങൾ ജപിക്കാം. ആ ഉള്ളിൽ ജപിക്കാം, ഉപാംശുവായിട്ട് ജപിക്കാം, വൈഖരിയായിട്ട് ജപിക്കാം. പിന്നെ ശരിക്കും പറഞ്ഞാല് ഒരു കാര്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദേവി ആൻഡ് ഹെർ നെയിം. അമ്മയുടെ പേരും അമ്മയും തമ്മിൽ, നാമവും നാമിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ഹനുമാൻ സ്വാമി എങ്ങനെയാണ് രാമ എന്ന് വിളിക്കുമ്പോൾ രാമന്റെ രൂപം ഉള്ളിൽ വരുന്നത്, അതുപോലെ തന്നെയാണ് നമുക്ക് ദേവി എന്ന് വിളിച്ചാല്, ഈ പഞ്ചദശി മന്ത്രത്തില് ലളിതാംബിക എന്ന് വിളിച്ചാല് ആ ഒരു പഞ്ചബ്രഹ്മാസനസ്ഥയായിട്ടിരിക്കുന്ന ആ കയ്യില് ഇക്ഷുകോദണ്ഡവും പുഷ്പബാണവും പാശവും അങ്കുശവും ഒക്കെ വെച്ച ദേവി തന്നെ നമ്മുടെ ഉള്ളിൽ വരണം. കാരണം കണ്ണടയ്ക്കുമ്പോൾ നമുക്ക് ദേവി അമ്മ ജഗദംബികയെ എന്ന് വിളിക്കുമ്പോൾ ആ രാജരാജേശ്വരിയായിരിക്കണം അമ്മയുടെ രൂപം നമ്മളിൽ ഉള്ളിൽ വരണം. അതുകൊണ്ടാണ് ദേവിയുടെ നാമവും രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവും, ദേവിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് പറയാൻ കാരണം, ആരാണോ ദേവിയെ നാമത്തിൽ നിന്ന് അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രത്തിൽ നിന്ന് ദേവിയെ അഭിന്നയായിട്ട് കാണുന്നത് മഹാപാപം എന്നാ പറയുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ ദോസ് ഹു കൺസിഡർ ഹർ കൺസിഡർ ഹർ നോട്ട് ലൈക്ക് മന്ത്ര ഓർ യന്ത്ര എന്ന് പറയുന്നത് എന്താ, അവർക്ക് മഹാപാപമാണെന്ന് വിവേകാനന്ദ സ്വാമിയുടെ ഒരു ചെറിയ കോട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് എന്താ പറയാണ്. കാരണം ദേവിയുടെ മന്ത്രവും രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ദേവി ആൻഡ് ഹെർ നെയിം, ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദേവി ആൻഡ് ഹെർ നെയിം. അങ്ങനെ ചിന്തിക്കുന്ന ആള് മഹാപാപം ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ദേവി എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഈശ്വരൻ എന്ന് പറഞ്ഞാല് ആ ഒരു നാദബ്രഹ്മമാണ്, രൂപബ്രഹ്മമാണ്, ആനന്ദരൂപ ബ്രഹ്മമാണ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം, ഈ 3 പടികള് മോക്ഷത്തിലേക്കുള്ളതാണ്. മനുഷ്യന് വേണ്ടി മാത്രമുള്ള ഒരു രഹസ്യ യോഗമാണ് ഈ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. പശുന്യാദി വാഗ്ദേവതകൾ പറഞ്ഞ ഈ യോഗം രഹസ്യാദി രഹസ്യമാണ്. നമ്മുടെ ശ്രീചക്രത്തില് രഹസ്യാദി പരാപര രഹസ്യ യോഗിനികളുണ്ടല്ലേ. ഓരോ ചക്രങ്ങൾ കടന്നു ഭൂപുരം മുതല് ബിന്ദു വരെ പോകുമ്പോ നമുക്ക് വശിന്യാദി വാഗ്ദേവതകളൊക്കെ എത്തുമ്പോ തന്നെ രഹസ്യ യോഗിനികള്, അതിരഹസ്യ യോഗിനികള്, പരാപര രഹസ്യ യോഗിനികൾ. ഇങ്ങനെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താ, വളരെ സങ്കീർണമായിരിക്കണം, പറഞ്ഞാല് സാധാരണ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അമ്മയുടെ രൂപം എന്നർത്ഥം. അപ്പോ ഈ യോഗം, അതായത് കുണ്ടലിനി യോഗം എന്ന് പറയുന്നത് രഹസ്യാതി രഹസ്യമാണ്. കുണ്ടലിനി എന്നാണ് അതിന്റെ പേര്. ദേവിക്ക് സ്ഥൂലം, സൂക്ഷ്മം, പരം നമ്മൾ കണ്ടു അല്ലെ. സൂക്ഷ്മത്തിൽ തന്നെ 3 വിദ്യകളുണ്ട്. ഏതൊക്കെയാണ്? പഞ്ചദശാക്ഷരി, കാമകല, ധ്യാനം, കുണ്ടലിനി യോഗം. അതിൽ പഞ്ചദശാക്ഷരി എന്താണെന്ന് നമ്മൾ കണ്ടു. ശിരസ് മുതൽ കഴുത്ത് വരെ വാഗ്ഭവകൂടം എന്ന് പറയുന്ന ജ്ഞാനകാന്ഡം, അടുത്തത് കഴുത്തു മുതൽ ഇടുപ്പ് വരെയുള്ള ഭക്തിയോഗം എന്ന് പറയുന്ന കാമരാജകൂടം, അതിസൂക്ഷ്മമാണ്. ഏറ്റവും അതിസൂക്ഷ്മമായിരിക്കുന്ന കാമകല അക്ഷരം എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ അടുത്ത കുണ്ടലിനി എന്ന് പറയുന്നത്. അപ്പൊ കർമ്മയോഗം, ദേവി സ്വരൂപം, പര ഇതാണ്. അപ്പൊ ജ്ഞാനയോഗം ചെറുതാണ്, കഴുത്തിന് മുകളിൽ തലയുണ്ട്, 15% അല്ലെ, ചെറുത്. അപ്പൊ കഴുത്തിൽ നിന്ന് ഇടുപ്പ് വരെയുള്ള സ്ഥലം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 35% ഉണ്ട്. ബാക്കി ഇടുപ്പിന് താഴെ 50%, അതായത് കർമ്മയോഗം. അപ്പൊ ഈ ഹൃദയം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ പഞ്ചകോശങ്ങൾക്കുള്ളിലാണ് നമ്മുടെ ഹൃദയം ഇരിക്കുന്നത് അല്ലെ. അമ്മ ജീവൻ എന്ന് പറയുന്നത് ഹൃദയസ്ഥിതമാണ്. ഈ 3 യോഗങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്. കർമ്മം, അതായത് സത്കർമ്മങ്ങൾ ചെയ്യണം. ശങ്കരാചാര്യ സ്വാമികള്, ശ്രീരാമകൃഷ്ണ പരമഹംസര്, മാധ്വാചാര്യര്, ഇവരെല്ലാം തന്നെ കർമ്മം സ്ട്രോങ് ആയിട്ട്, അതായത് ധർമ്മപരമായിട്ട്, അടിസ്ഥാനമായിട്ട് ചെയ്യുന്നത് വളരെ എന്താ പറയാ സ്ട്രോങ് ആയിരിക്കണമെന്ന് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ്. അതിന്റെ മുകളില് ഭക്തി നല്ലതായിട്ട് തെളിയും. അപ്പൊ അതിന് മുകളിൽ മാത്രമേ ജ്ഞാനം തെളിയുള്ളൂ കേട്ടോ. ജ്ഞാനം എങ്ങനെയാണ് തെളിയുന്നത്? ജ്യോതി സ്വരൂപത്തില് നമ്മുടെ ആത്മജ്യോതിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതില് സർവ മന്ത്ര തന്ത്ര എല്ലാം തന്നെ എന്താണ്? ആ ഒരു പ്രൈമറി സോഴ്സ് ആരാണെന്ന് ചോദിച്ചാല് ലളിതാ മഹാത്രിപുര സുന്ദരി. അമ്മ മന്ത്രസ്വരൂപിണിയാണ്, തന്ത്രരൂപിണിയാണ്, യന്ത്രസ്വരൂപിണിയാണ് അല്ലെ. നമ്മൾ കണ്ടു അത്. അപ്പൊ കുണ്ടലിനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിച്ചാല് കുണ്ടത്തിലുള്ള ഒരു കനൽ. കുണ്ടം എന്ന് പറഞ്ഞാൽ കുഴിയുള്ളത് എന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു എന്താ പറയാ ജ്യോതി രൂപത്തിലിരിക്കുന്ന, വളരെ ഉയർന്ന തലത്തിലിരിക്കുന്ന ആ ഒരു ജ്യോതി സ്വരൂപമായിരിക്കുന്ന കുണ്ടത്തിലിരിക്കുന്ന മഹാശക്തിയാണ് നമ്മൾ കുണ്ടലിനി എന്ന് പറയുന്നത്.
കുണ്ടലിനി എന്ന് പറയുന്നതിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പറയാം. നമുക്കത് തത്വാർത്ഥം നോക്കുമ്പോൾ കുണ്ടലിനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, കുണ്ടലിനി തന്നെ അഗ്നി കുണ്ടലിനി, സൂര്യ കുണ്ടലിനി, ചന്ദ്ര കുണ്ടലിനി, ഇങ്ങനെ പല രീതിയിൽ അതിന്റെ നാമാർത്ഥങ്ങൾ, ഒരു പെൺ സർപ്പിണിയായിട്ട് അതിന്റെ ആ അർത്ഥ വ്യാപ്തി തന്നെ വളരെ വലുതാണ്. അത് ഈ നാമാർത്ഥം പറയുമ്പോൾ ഞാനത് പറയുന്നില്ല. തത്വസ്വരൂപം പറയുമ്പോൾ നമുക്ക് കുണ്ടലിനിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. കുണ്ടത്തിലുള്ള ഒരു കനൽ, അപ്പോ എന്താ, അത് ജ്യോതി രൂപത്തിലിരിക്കുന്നു. അപ്പൊ കുളം അകുളം എന്ന് രണ്ട് തലങ്ങളുണ്ട്. കുളം എന്ന് പറഞ്ഞാല് ഔട്ടർ കവറേജ്, അകുളം എന്ന് പറഞ്ഞാൽ ഇന്നർ കവറേജ്. അപ്പൊ ഒരു കവർ എന്ന് പറഞ്ഞാൽ ഒരു ആവരണം ഉണ്ട്. അപ്പൊ ഇതിന് ആ കുളം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറം ഭാഗം, അകുളം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്തെ സ്പേസ് ആണ്. അപ്പൊ 1000 ഗ്രന്ഥികളിലെ ആ കവചം ഉണ്ടാക്കി അതിനകത്ത് 3.5 ചുറ്റുള്ള ഒരു സർപ്പിണിയെ പോലെ ചുറ്റി തല താഴോട്ടാക്കി ശിവലിംഗത്തിൽ തന്റെ തല അമർത്തി കിടക്കുന്ന ഒരു പെൺ പാമ്പിനെയാണ് നമ്മൾ കുണ്ടലിനി എന്ന് പറയുന്നത്. അകാര ഉകാര മകാരം, ഇതില് മകാരത്തിനപ്പുറമുള്ള ആ ഒരു അർത്ഥമാത്ര, അതിൽ അക്ഷരമില്ല. എന്താണ് അക്ഷരമില്ലാത്ത കാരണം? ഈം എന്ന് പറയുന്ന ഒരു അര മാത്ര, ഈംകാരം. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഈംകാര സ്വരൂപിണി എന്ന് പറയുന്നത്. ഇപ്പൊ 3 ചുറ്റം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ദേവി എങ്ങനെയാണ് പ്രകടമാകുന്നത്? ഗുണരൂപിണിയായിട്ടാണ്, അല്ലെ? ത്രിഗുണാത്മികയായിട്ട്. ഇപ്പൊ ഈ 3 ചുറ്റം എന്ന് പറഞ്ഞാല് സത്വം, രജസ്, തമസ്, ഇതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 3 ദേവതമാര് പറയുന്നുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അവരുടെ ഭാര്യമാരായിട്ട്, അതായത് ശക്തി സ്വരൂപങ്ങളായിരിക്കുന്ന ദുർഗ, ലക്ഷ്മി, സരസ്വതി. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നത് 3. അപ്പൊ ഇതില് അരയ്ക്ക് വളരെ പ്രധാനമുണ്ട്, അല്ലെ? അരച്ചുറ്റും, 3.5 ചുറ്റം എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രണവത്തിന് എത്ര നീട്ടാമോ അത്രയും ശക്തി കിട്ടുന്നെന്ന് പറയാൻ കാരണം. അപ്പൊ നമ്മൾ ഓംകാരം ജപിക്കുമ്പോൾ ആ ഓം എന്ന് പറയുന്ന അവസാനത്തെ അർത്ഥം മാത്രം നീട്ടി കൊണ്ടുപോയി അത് സൈലൻസിൽ വന്ന് നമ്മൾ ലയിപ്പിക്കണം. കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒരു പരം ശക്തി, ജീവശക്തി, കാണാൻ പറ്റാത്ത ശക്തി. പക്ഷെ ഓരോ ജന്തുക്കൾക്കും, ഓരോ മനുഷ്യകുലത്തിൽപ്പെട്ടവർക്കും എല്ലാം തന്നെ ഈ ശക്തിയാണ് അവരെ ജീവിക്കാനായിട്ടുള്ള, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉള്ളിലുള്ള പ്രാണശക്തിയെ പോഷിപ്പിച്ചുകൊണ്ട്. കുണ്ടലിനി ശക്തി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെ? അതിന്റെ ഒരു 20% പോലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രാണൻ, നമ്മുടെ വായു ഉള്ളിലേക്ക് പോകുന്നത്, നമ്മുടെ മറ്റ് ശരീരത്തിലെ എല്ലാ കർമ്മങ്ങളും നടക്കുന്നത് ഈ കുണ്ടലിനി ശക്തി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ മൂലാധാര പത്മത്തിൽ ഇരിക്കുന്ന അവിടെ 4 ഗേറ്റ് ആണ് മൂലാധാരത്തിനുള്ളത്. അതായത് 4 കവാടങ്ങളുണ്ട് മൂലാധാരത്തിന്. അതിനെയാണ് നമ്മൾ ചതുർദളങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആ ഒരു മൂലാധാര സ്ഥിത എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ മൂലാധാരത്തെ കുറിച്ച് മനസ്സിലാക്കും. ആ 4 ദളങ്ങള്, അതില് എന്താ പറയാ, ആ 4 ദളങ്ങൾ കുണ്ടലിനി 3 വിധത്തില് നമുക്ക് അടയാൻ സാധിക്കും. കാരണം ഒന്ന് യോഗവിദ്യ കൊണ്ട്, യോഗാഭ്യാസം കൊണ്ട് അടയാം. 2 മൈഥുനം കൊണ്ട് അടയാം. 3 പരമമായിരിക്കുന്ന ഭക്തി കൊണ്ട് നമുക്ക് അടയാം. 3ഉം വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് അതിൽ എത്തിച്ചേരാൻ സാധിക്കുക? കാരണം മൈഥുനം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആണ്. കാരണം സ്ത്രീ പുരുഷ ബന്ധത്തില് 24 മിനിറ്റ് മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അപ്പൊ യോഗത്തില് കുണ്ടലിനി ഉണരുന്നത് 4 മണിക്കൂറാണ് യോഗാഭ്യാസം കൊണ്ട്. അത് പരോക്ഷമായത് 24 മണിക്കൂറും ചാർജ് ആയിട്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഈസിയസ്റ്റ് യോഗം എന്ന് പറയുന്നത് യോഗം കൊണ്ട് അടയുന്നതാണ്. ഇനി മൂന്നാമത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാല്, ആ ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ വേ, സാധാരണ മനുഷ്യർക്ക് ആ ഒരു യോഗാഭ്യാസം ഇല്ലാത്ത അവർക്ക് വീരാസനം അല്ലെങ്കിൽ സുഖാസനം ഇല്ലെങ്കിൽ ചിന്മുദ്ര, ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ആ ചിന്മുദ്രയിൽ ഇരുന്ന് ആ ഒരു താഴെ നിന്ന് ഉഷ്ണവായുവിനെ ഊർദ്ധമാക്കിക്കൊണ്ട് അത് സഹസ്രാരത്തിൽ പോയി ഇട പിങ്കള നാഡിയിലൂടെ ചലിക്കുന്നത് ഏകമായിക്കൊണ്ട് സുഷുമ്നയിലൂടെ സഞ്ചരിച്ച് സഹസ്രാരത്തിൽ ചെന്ന് സദാശിവനുമായിട്ട് ഐക്യം ചെയ്ത് സുധാസാരാഭിവർഷിണിയായിട്ട് തീരും. അങ്ങനെ നമുക്ക് കുണ്ടലിനിയെ ഉണർത്താൻ സാധിക്കും. അപ്പൊ പിന്നെ ഭക്തി യോഗത്തിൽ പറയുകയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള ഒരു സറണ്ടർ. അപ്പൊ അത് ആണെങ്കിൽ എന്താ, സദാ ആനന്ദത്തിലിരിക്കാം. കാരണം പ്രത്യേകിച്ച് അങ്ങനെ ഉണരണം എന്നൊന്നുമില്ല. കാരണം ദേവിയിൽ ലയിച്ചിരിക്കുന്ന, നമുക്കറിയാം അഭിരാമി പട്ടര്, അല്ലെ? അദ്ദേഹത്തിന് 16 ദിവസവും കലകള്, ചന്ദ്രന്റെ കലകളൊന്നും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് പൗർണമി മാത്രമാണ്. അങ്ങനെ സദാ ദേവിയുടെ ഭക്തിയിൽ എത്രയോ ഉയർന്ന ദേവി ഭക്തര് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്നു. ഈവൻ ശങ്കരാചാര്യ സ്വാമികൾ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും ആനന്ദമാണ്. അവർക്ക് പ്രത്യേകിച്ച് അവർ ഭക്തിയെ യോഗമാക്കി തീർത്തിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും ഈ കുണ്ടലിനി എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഉണരേണ്ട ആവശ്യമില്ല.
അവർക്ക് സദാ ആനന്ദാണ്. ദേവി ആ ഒരു കുണ്ടലിനിയായിട്ട് താമര നൂല് പോലെ, അതുകൊണ്ടാണ് അമ്മയ്ക്ക് ബിസ തന്തു തനീയസി എന്ന് വശന്യാദി വാഗ്ദേവതകൾ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അഗ്നി ഇരിക്കുന്ന കനലിന്റെ മുകളിൽ ചാരം കാണുന്ന പോലെ അത് കുളത്തിൽ അതായത് ആ മറയപ്പെട്ടിരിക്കുന്നു. മൂലാധാരത്തിൽ നിന്ന് ഉയർന്ന ആ കുണ്ടലിനി ശക്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇതിൽ കൂടെ പതുക്കെ പതുക്കെ ഉയർന്ന് ആ ഒരു ഉയർന്ന് മുകളിലേക്ക് വന്ന് 99.99% മുകളിലേക്ക് വന്നതിന് ശേഷം അത് തിരിച്ച് മൂലാധാരത്തിലേക്ക് പോകും. അതായത് എന്താ പറയാ, സാധാരണഗതിയിലെ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിൽ എപ്പോഴും വന്നിട്ട് തിരിച്ചു പോകാറുണ്ട്. പക്ഷെ അത് സ്വാധിഷ്ഠാനം വരെ വരാറുള്ളൂ. ഈ യോഗത്തിലൂടെ അല്ലെങ്കിൽ ഭക്തിയിലൂടെയൊക്കെ നമുക്ക് ഉണർത്തി കഴിഞ്ഞാൽ സുഷുമ്നയിലൂടെ സഹസ്രാര പത്മത്തിലെത്തി അത് ആ ശിഖ വഴി വീണ്ടും താഴെ മൂലാധാരത്തിലേക്ക് അത് എത്തിച്ചേരും. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി എന്ന് പറയുന്നത് ആ പ്രൈമോഡിയൽ ഫോഴ്സ്, ആദിശക്തിയാണ് നമ്മള് കുണ്ടലിനി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഡിവൈൻ എനർജി എന്ന് പറയും, ദൈവീകമായിരിക്കുന്ന ശക്തി നമ്മുടെ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം എന്താണ് ശിവൻ, എന്താണ് ശക്തി. ചലിക്കാതിരിക്കുന്ന തത്വത്തെ ശിവനെന്നും ചലിക്കുന്ന ഊർജത്തെ സ്പന്ദം അല്ലെങ്കിൽ കുണ്ടലിനി എന്ന് പറയുന്നു, അല്ലെ? ഈ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന, കാറ്റിനെ വീശിപ്പിക്കുന്ന, മഴയെ പെയ്യിപ്പിക്കുന്ന, സമുദ്രത്തിൽ അലകൾ ഉണ്ടാക്കുന്ന, നമുക്ക് പ്രാണശക്തിയായിട്ടിരിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് എന്താ പറയാ, പ്രപഞ്ച കുണ്ടലിനി. ഇപ്പൊ പ്രപഞ്ചത്തിനുണ്ട് കുണ്ടലിനി. ഈ ഒരു ശക്തി നമുക്ക് കാണാൻ പറ്റാത്ത ആ ഫോഴ്സ്, അതിനെയാണ് ഡിവൈൻ എനർജി എന്ന് പറയുന്നത്. ആ ശക്തി തന്നെയാണ് പ്രപഞ്ചത്തെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വിശ്വശക്തി എന്ന് പറയും അതിനെ. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ ഒരു എന്താ പറയാ, ഈ പ്രപഞ്ചത്തിലെല്ലാം ചലിക്കുന്നത് ഈ കുണ്ടലിനിയുടെ, അതായത് പരാശക്തിയുടെ ആ ഒരു ചലന ശക്തി കൊണ്ടാണ്. ശരിക്കും നമ്മള് ശിവനെ നമ്മൾ കണ്ടു ഇല്ലേ, എങ്ങനെയാണ് ഈ ദേവി തത്വത്തില്, ദേവിയുടെ ലളിതാ മഹാത്രിപുര സുന്ദരിയുടെ സ്ഥൂല രൂപം കാണുമ്പോ അവിടെ എന്താ, ശിവൻ ജഡഭാവത്തിൽ കിടക്കുകയാണ് അല്ലെ, പ്രേതമായിട്ട്. ശിവശക്തിയായിട്ടോ യതി ഭവത ശക്തി പ്രഭവിതം, നമ്മൾ ആദ്യത്തെ ശ്ലോകം തന്നെ നമ്മൾ കാണുന്നുണ്ട് സൗന്ദര്യ ലഹരിയില്. ഭഗവാൻ എന്താണ്, പ്രേതസ്വരൂപമായിട്ട്. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ, അനക്കം ഇല്ലാതെ കിടക്കുകയാണ്. അപ്പൊ ജഡപ്രേതം. അപ്പോ ആ ഒരു ജഡമായിട്ട് കിടന്നിട്ട് എന്താ ഭഗവാൻ ചെയ്യുന്നത്, ആ അമ്മയ്ക്ക് അതിനെ സഹായിക്കുകയാണ് അല്ലെ. അമ്മയ്ക്ക് കൊടുക്കുന്ന ശക്തി എന്താണ്, ഈ പ്രപഞ്ചത്തെ നിർമ്മിക്കാനുള്ള ശക്തി എവിടുന്ന അമ്മയ്ക്ക് കിട്ടുന്നത്, ശിവനിൽ നിന്ന്. അതുകൊണ്ടാണ് ശ്രീചക്രം ശിവയോർ വപുഹു എന്ന് പറയുന്നത്. ഈ കാണുന്ന മാറ്റർ ആയിട്ടിരിക്കുന്ന മുഴുവനും ശിവനാണ്. ശിവനെ ചലിപ്പിച്ചുകൊണ്ട് ശക്തിയാണ് ഈ കാണപ്പെടുന്ന നാമരൂപങ്ങളാക്കി മാറ്റുന്നത്. അപ്പൊ ഈ അനുഗ്രഹം കൊടുക്കുന്ന എപ്പോഴാണോ ദേവിക്ക് പ്രപഞ്ച നിർമ്മാണത്തിന് ആഗ്രഹം തോന്നുമ്പോ അമ്മ ശിവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് നാമരൂപങ്ങളായിട്ട് തീരുന്നു. എപ്പോഴാണോ തിരിച്ച് ആ പ്രളയം എന്ന് പറയുന്ന യുഗ അന്ത്യത്തില് ദേവി കാണപ്പെടുന്നതെല്ലാം തന്നെ തന്നിലേക്ക് വലിച്ചുകൊണ്ട് ശിവന്റെ ഉള്ളിലേക്ക് പോണു. ദക്ഷിണാമൂർത്തി സ്വരൂപത്തിൽ അമ്മ എവിടെയായിരിക്കുന്ന, ഭഗവാന്റെ ഉള്ളിലാണ് അല്ലെ. അപ്പൊ ഈ ശക്തി എന്ന് പറയുന്നത് ശിവന്റെ പൂർണ്ണ അനുഗ്രഹവും ആ ശിവൻ കൊടുക്കുന്ന സ്വേച്ഛയായിരിക്കുന്ന ശക്തിയുമാണ് ദേവി ആ ഒരു പരാശക്തിയായിട്ട് നമ്മൾ പ്രകടമാക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ ആണ്, പെണ്ണ്, പുരുഷൻ, സ്ത്രീ അങ്ങനെയൊന്നും വേണ്ട. അത് കാരണം എന്താ, ഈ ജെൻഡർ വൈസ് നമ്മൾ നോക്കുന്നത് ശരിക്കും നിഷ്കളമായിരിക്കുന്ന തലത്തിൽ നിന്ന് സകളമായിട്ട് വരുമ്പോൾ നാമരൂപങ്ങൾ വരുന്നു എന്ന് മാത്രം. കാരണം അതിന് പ്രത്യേകിച്ച് അപ്പൊ നമ്മൾ പുരുഷനും സ്ത്രീയും ആ ഡ്യുവാലിറ്റിയിൽ രണ്ട് ചേർന്നാലേ മൂന്നാമതൊരെണ്ണത്തിനെ ഉണ്ടാക്കാൻ പറ്റൂ അല്ലെ. അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ശിവനും ശക്തിയും ഇൻസപ്പറബിൾ ആണ്. അവരെ ഒരിക്കലും നമുക്ക് പിരിക്കാൻ പറ്റില്ല. ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ശിവന് ശക്തി ഇല്ലെങ്കിലും ശിവൻ മാത്രമായിട്ടിരിക്കാം, പക്ഷെ ശക്തിക്ക് ശിവൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല. ശിവനിൽ നിന്നാണ് ശിവയായിട്ട് വരുന്നത് ദേവി പുറത്ത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇത് ആരുടെ ഇഷ്ടമാണ്, ശിവന് ആ സ്വേച്ഛയായിരിക്കുന്ന ശിവന്റെ ഉള്ളിലാണ് കാമം ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ശിവൻ ആരായിട്ട് തീരണു, കാമേശ്വരനും കാമേശ്വരനായിട്ട് തീർന്ന് കാമേശ്വരി അതിൽ നിന്ന് വരികയാണ്. അപ്പൊ കാമം ശിവനാണ്, ആഗ്രഹം ശിവനാണ്. തന്നെ ആ ഒരു പ്രതിബിംബം പ്രകാശ സ്വരൂപനായ ശിവൻ ആ ദേവി വന്നിട്ട് എന്താ, വിമർശ സ്വരൂപിണിയായിട്ട് തന്റെ പ്രതിബിംബം എന്താണ്, താൻ ആരാണെന്ന് ദേവിയാണ് ശിവന് കാണിച്ചു കൊടുക്കുന്നതെന്ന് അർത്ഥം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു പ്രപഞ്ച, അതുകൊണ്ടാണ് അമ്മയ്ക്ക് പ്രസവിത്രി, ഈ പ്രപഞ്ചത്തെ മുഴുവനും അനേക കോടി ബ്രഹ്മാണ്ട ജനനി,
അപ്പൊ ദേവിക്ക് എന്താ, നമ്മൾ ഈ മനുഷ്യരോട് പ്രത്യേകിച്ച് ഈ ഒരു ബോധം, ഇത് അറിയാൻ കഴിവുള്ള ഒരേ ഒരു ജാതിയേ ഉള്ളൂ. അതിനെയാണ് മനുഷ്യജാതി. മനു, ചിന്തിക്കാൻ കഴിവുള്ളത്, അല്ലെ? മനസ്സുള്ള ആള് മനു, ചിന്തിക്കാൻ കഴിവുള്ളവര്. അപ്പൊ ഈ മനുഷ്യരോട് പ്രത്യേകിച്ചൊരു കമ്പാഷൻ, ദേവിക്കൊരു അനുഗ്രഹം, ഒരു സ്നേഹമൊക്കെ ഉണ്ട്. എന്താ? കാരണം ഇതെല്ലാ ഈ പറയുന്ന മനുഷ്യരും ഈ പറഞ്ഞ ആ ഒരു ഈശ്വരനാകാൻ സാധിക്കും. അതാണ് ദേവിയുടെ സന്തോഷം. എന്താ കാര്യം? അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അല്ലെ? മനസ്സെന്ന് പറയുന്ന ചിന്താശക്തി കൊടുത്തിട്ടുണ്ട്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. അവൻ എപ്പോഴെങ്കിലും തിരിച്ച് ഈശ്വരനാവണം എന്ന ആഗ്രഹം തുടങ്ങിയ 84 ലക്ഷം യോനികളിൽ കൂടെ കടന്നു വരുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും ഒരിക്കൽ തിരിച്ച് മനുഷ്യജന്മം എടുക്കുമ്പോഴാണ് താൻ ആരാണെന്ന് പോലും അതും അനേക ജന്മങ്ങൾക്ക് ശേഷം, അല്ലെ? ആരാണ്? ഈശ്വരന്റെ അംശമാണ്. എന്താണ് ഈ ഭക്തി എന്ന് പറയുന്നതും തന്ത്രം എന്ന് പറയുന്നതിലും വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാല്, ഭക്തി ഈശ്വരനെ നമ്മളിൽ നിന്ന് അന്യമായിട്ട്, വേറെ എവിടെയോ ഇരിക്കുന്ന ഈശ്വരനായിട്ട് നമ്മൾ ഭക്തി ചെയ്യണം. ഞാൻ ദാസൻ, ഭഗവാൻ, അല്ലെങ്കിൽ ഈശ്വരൻ വേറെ എന്നുള്ള ഡ്യുവാലിറ്റി. അതേസമയം തന്ത്രശാസ്ത്രം പറയുന്നത് എന്താണ്? ആ ഈശ്വരന്റെ ഒരു അംശമാണ് ഞാന്. ആ അംശം, ഈശ്വരനല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. പ്രപഞ്ചവും ഞാനും വേറെയല്ല. ഈ പഞ്ചഭൂത നിർമ്മിതമായ പ്രപഞ്ചം തന്നെയാണ് എന്റെ ശരീരമായിട്ടിരിക്കുന്നത്. ഇതില് ആ ശക്തിയായിട്ടിരിക്കുന്നത് ഈശ്വരന്റെ ഒരു കണികയാണ്. അപ്പൊ എന്താ? ഈ കണികയ്ക്ക് എപ്പോഴെങ്കിലും തിരിച്ച് ഈശ്വരനായിരിക്കുന്ന സമുദ്രത്തിൽ ലയിക്കാൻ സാധിക്കും, അല്ലെ? അതാണ് തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ആത്മവിദ്യ. എന്താ ഈ ശ്രീവിദ്യക്ക് ഇത്രയും പ്രാധാന്യം? അത് ആത്മവിദ്യയാണെന്ന് പറയാൻ കാരണം, ആത്മാവൊന്ന് ഉണ്ടെന്നും അത് ഈശ്വരന്റെ ഭാഗമാണെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ കുണ്ടലിനി സ്വരൂപമായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ആത്മവിദ്യയായിരിക്കുന്ന ശ്രീവിദ്യയിലൂടെയാണ്. ശ്രീവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായിരിക്കുന്ന ഐശ്വര്യം. ഭഗവാൻ ഭഗങ്ങളുള്ള ആളാണ്, ഇല്ലേ? 6 തലങ്ങളും 6 ഐശ്വര്യങ്ങളോട് കൂടിയതാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാൻ ആകാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്ന നമുക്ക് ഈ ചെറിയ ഞാനിനെ വലിയ ഞാനാവാൻ സാധിക്കും. തിരിച്ച് ഈശ്വരനിൽ ലയിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ ശ്രീവിദ്യ, മഹാവിദ്യ, ശ്രീവിദ്യ എന്നൊക്കെ പറയാൻ കാരണം. കാരണം നമുക്ക് നമ്മളെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ പറയുന്ന മുക്തിതലം എന്ന് പറയുന്ന 4ാമത്തെ മോക്ഷത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. കാരണം നമുക്ക് അറിയാം, നമ്മൾ ഭൂമി എന്ന് പറയുന്ന ഒരു മിഡിലില്, അതായത് അതല, വിതല, സുതല, തലാതല, രസാതല പാതാളങ്ങളുണ്ട്. നമ്മളെ 7 ലോകങ്ങൾ താഴോട്ടും, ഭൂർഭുവസ്വ, ജനലോകം, മഹലോകം, സത്യലോകം എന്ന് പറഞ്ഞ് 7 ഊർധ്വലോകങ്ങൾ മേളിലോട്ടുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഇരുന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാം നമുക്ക് ഏത് ലോകത്തിലാ പോവേണ്ടതെന്ന്. താഴോട്ട് വേണമെങ്കിൽ താഴോട്ട് പോകാം, മുകളിലോട്ട് വേണമെങ്കിൽ മുകളിലോട്ട്. പക്ഷെ ഏത് ലോകങ്ങളിൽ പോയാലും, സത്യലോകത്തിൽ പോയാലും ബ്രഹ്മാവിന് വരെ തിരിച്ചുപോക്കുണ്ട്. ഇത്ര ചതുർയുഗങ്ങളിലെ ബ്രഹ്മാവ് ബ്രഹ്മാവായിട്ടിരിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ആ സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കണം. അതേസമയം നമുക്ക് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ജ്ഞാനമാർഗത്തിലൂടെ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാല് ഒരു കാലം നമുക്ക് ഈ സ്വർഗങ്ങളിൽ കിട്ടുന്നതെല്ലാം തന്നെ വളരെ എന്താ പറയാ, ശാശ്വതമായ സുഖങ്ങളല്ല. 5000 വർഷം ഇരിക്കാൻ, ചിലപ്പം 10000 വർഷം ഇരിക്കാൻ. നമ്മുടെ പുണ്യത്തിന്റെ ബലം അനുസരിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് വരണം. അതേസമയം മോക്ഷം എന്ന് പറഞ്ഞാലോ, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനമാർഗത്തിലൂടെ ദേവിയെ അറിഞ്ഞ് അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അതിൽ ലയിച്ച് ചേർന്നു കഴിഞ്ഞാല് തിരിച്ചു വരവില്ലാത്ത ഒരു തലത്തിലേക്ക് ഈ ജീവന് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ടാണ് ശ്രീവിദ്യ ഏറ്റവും ഉയർന്ന വിദ്യ എന്ന് പറയാൻ കാരണം. നമുക്ക് ഈശ്വരനാവാൻ സാധിക്കും. നമ്മൾ ഈശ്വരനാണ്, അല്ലേ? ഈശ്വരന്റെ ഒരു ഭാഗം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ ഈശ്വരൻ തന്നെയാണ്. എന്തുകൊണ്ട് ഈശ്വരനല്ല? ഈശ്വരനിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്. തിരിച്ച് ഈശ്വരനിലേക്ക് പോകാൻ പറ്റും. അപ്പോ നമ്മൾ ഈ കുണ്ടലിനി ശക്തിയായിട്ട് നമ്മുടെ ഉള്ളില് ഈ ദേവി എന്ന് പറയുന്ന ഈശ്വരാംശം നമ്മുടെ ഉള്ളില് ഈ പ്രാണശക്തിയായിട്ട്, പ്രാണനോട് ചേർന്ന, പ്രാണനും എന്താ പറയാ, നമ്മുടെ ശ്വാസവും ഈ പറയുന്ന പ്രാണനും രണ്ടും രണ്ടാണ്. ജീവാത്മാവെന്ന് പറയുന്നതും പ്രാണശക്തി വേറെയാണ്. അത് വായുമണ്ഡലവുമായിട്ട് ചേർന്നതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ നിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. അതേസമയം പ്രാണനോട് ചേർന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈ കുണ്ടലിനി ശക്തി എവിടെയാ? ആ ഒരു കുളകുണ്ടത്തില്, നമ്മുടെ ഉള്ളിൽ തന്നെ ആ സദാശിവനുമായിട്ട്, അതായത് സദാശിവൻ ഓൾവേസ് മംഗളമായിട്ടിരിക്കുന്ന, എപ്പോഴും എന്താ പറയാ, പൂർണ്ണ അനുഗ്രഹ സ്വരൂപനായിരിക്കുന്ന ശിവനുമായിട്ട് ചേർന്ന് നമ്മുടെ ഉള്ളില്, അതായത് കുലകുണ്ടത്തിൽ ഒളിഞ്ഞു കിടക്കുന്നു, ഇല്ലേ? അപ്പൊ ആ ഒരു നമ്മുടെ അറിവില്ലായ്മ, അവിദ്യ കൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാത്തത്. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞാൽ എന്താ? പിന്നെ ആ പൂർണ്ണമായിരിക്കുന്ന സദാശിവന്റെ അനുഗ്രഹത്തോടുകൂടി അവിദ്യ, അജ്ഞാനം മാറിയിട്ട്
ആ ഒരു സദാശിവ തലത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന ഈശ്വര തലത്തിലേക്ക്, സദാശിവൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹ ഭാവമാണ്. പലകയായിട്ട് കിടക്കുന്നത് സദാശിവനാണ്. അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക. ഇതിനെയാണ് നമ്മൾ കുണ്ടലിനി യോഗം എന്ന് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ കുണ്ടലിനി യോഗം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷാണ്. സന്തോഷം എന്ന് പറയാൻ പറ്റില്ല, ഇതിന് ആനന്ദം. ഒരു 48, അതായത് 48 മിനിറ്റ് മുതൽ 180 മിനിറ്റ് വരെ ഈ ആനന്ദം സാധാരണ യോഗികൾക്ക് നിലനിൽക്കാറുണ്ട്. കാരണം ഇതിന് നമുക്ക് എന്താ വേണ്ടത്? ഒരു ഗുരുവിന്റെ ഗൈഡൻസ്, ഒരു ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഗുരു അനുഗ്രഹത്തോടു കൂടി വേണം നമുക്ക് ഈ വാതിലുകളെല്ലാം തുറന്നു തരാൻ, അല്ലെ? കാരണം നമ്മൾ മൂലാധാരത്തിൽ നിന്ന് സഞ്ചരിച്ച് ആ ഒരു 6 ചക്രങ്ങളെ അതിക്രമിച്ച് ആജ്ഞാചക്രത്തിലെത്തി, ആജ്ഞാചക്രത്തിൽ നിന്ന് മേളിലോട്ട് പോയി ഗുരുചക്രം, ആ ഒരു എന്താ പറയാ, ഗുരുചക്രം, നമ്മുടെ സഹസ്രാര പത്മത്തിലെ ഗുരുചക്രം 12 ദളമുള്ള ആ ഒരു താമരയിലാണ് ഗുരു ഇരിക്കുന്നത്, അല്ലെ? ശിവശക്തി ഐക്യ രൂപിണിയായിട്ട് ശിവനും ദേവിയുമായിട്ടിരിക്കുന്ന ആ ഒരു തത്വം. അതുകൊണ്ടാണ് നമ്മൾ ഗുരുമന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ആ മൃഗീ മുദ്ര വെച്ച് സഹസ്രാരത്തിൽ തൊടുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷമാണ് 3 പീഠങ്ങളാണ് അതിന് ഈ ആജ്ഞാചക്രത്തിന് ശേഷം പറയുന്നത്. അതായത് ഗുരുപീഠം, ആ ഒരു ഗായത്രി പീഠം, അത് കഴിഞ്ഞ് ശ്രീവിദ്യാപീഠം. 3 പീഠങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു 3ാമത്തെ തലത്തിൽ ശ്രീവിദ്യാപീഠത്തില് ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക. അപ്പൊ മൂലാധാരത്തിൽ നിന്ന് യാത്ര ചെയ്ത് 9ാമത്തെ തലം വരെ ആ 9 ഡയമെൻഷൻ ഉണ്ട്, അല്ലെ? ദശമഹാവിദ്യകൾ എന്ന് പറയുന്ന 10ാമത്തെ ഡയമെൻഷൻ കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട്. അവിടെ നിശബ്ദമാണ് മാത്രം. കാരണം ആ തലവും കടന്നു പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ലയം സംഭവിക്കുകയുള്ളൂ. ഇതിനെല്ലാം എന്താ വേണ്ടത്? ഒരു ഗുരുവിന്റെ അനുഗ്രഹം. ഗുരു എവിടെയാ? നമ്മൾ കണ്ടു, 12 ഒരു ദളങ്ങളുള്ള താമരയിലാണ് ഗുരു ഇരിക്കുന്നത്, സഹസ്രാര പത്മത്തില്. ദേവി തന്നെയാണ് ഗുരുരൂപിണിയായിട്ടിരിക്കുന്നത്. നമുക്കിത് പറഞ്ഞു തരുന്ന വാച്യ ഗുരു എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സിദ്ധൗഖ മാനൗഖ ഗുരുക്കന്മാരിൽ മാനൗഖ ഗുരുവാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്, അല്ലെ? ആ ഗുരുവിലൂടെ നമ്മൾ സഞ്ചരിച്ച് ആ ഒരു ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ആ ഗുരുമണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് നമ്മള് ആ ഒരു ഗായത്രി പീഠത്തിലെ ഗായത്രിയുടെ 4ാമത്തെ പദം, അല്ലെ? പരോ രജസേ സാവതോം എന്ന് പറയുന്ന ശ്രീവിദ്യാ പീഠത്തിൽ അമ്മ പൂർണ്ണമായിട്ട് ശിവശക്തി ഐക്യ രൂപിണിയായിരിക്കുന്ന ആ തലത്തിലേക്ക് ചെന്ന് അവിടെ നിന്ന് അമ്മയാണ് നമ്മളെ ആ ശിവനിലേക്ക് ലയിപ്പിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് എന്താ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു അനുഗ്രഹ ഭാവത്തോടുകൂടി നമ്മളെ ഇതിനെ കയറ്റിവിടാൻ കഴിവുള്ള ഒരു ഗുരു നമുക്കുണ്ടായിരിക്കണം, ഗുരു പരമ്പര ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇത് ഒരു ശിഷ്യൻ എന്താ വേണ്ടത്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ ഇത് എവിടെയാ ഉള്ളത്? നമ്മുടെ 6 ചക്രങ്ങളിൽ, അല്ലെ? കാമഗ്രന്ഥിയാണ് നമ്മള് ബ്രഹ്മഗ്രന്ഥി എന്ന് പറയുന്നത്. അപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. അപ്പൊ കാമക്രോധങ്ങളെയാണ് നമ്മള് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ എന്ന് പറയുന്നത്, അല്ലെ? കാമക്രോധങ്ങളാണ് ബേസ്, അവരുടെ മക്കളായിട്ട് പറയാം ബാക്കിയുള്ളതിന്. അപ്പൊ ദേവി പാശാങ്കുശങ്ങൾ വെച്ചിരിക്കുന്ന കാമക്രോധങ്ങളെ ഇല്ലാതാക്കാനാണ്. അത് ഇല്ലാതായെങ്കിൽ മാത്രമേ മറ്റു ചക്രങ്ങളെ നമുക്ക് അതിക്രമിച്ച് മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പോ ആ ഒരു എന്താ പറയാ, കുലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുളം രണ്ടും സെയിം തന്നെയാണ്. അപ്പോ ആ ഒരു കുണ്ടലിനി എന്ന് പറയുന്ന ആ തത്വം അല്ലെങ്കിൽ ആ ശക്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ആ ഒരു ഭൂമി തത്വം തന്നെയാണ്. ഭൂമിയിൽ വരുന്നവർക്ക് മാത്രമേ ഇതുള്ളൂ. എവിടെയാ ഭൂമി എന്ന് പറയുന്നത്? ഭൂമി തത്വം എന്നാണ് നമ്മുടെ മൂലാധാര തത്വമാണ്, അല്ലെ? ആ ഒരു കുണ്ടലിനി നമ്മുടെ ഭൂമി തത്വത്തെ എന്താ പറയാ ഭരിച്ചുകൊണ്ട് അതിന്റെ തത്വമായിട്ട് ഇരിക്കുകയാണ്. അപ്പോ ആ ഭൂമി തത്വമായിട്ട് ആചരിച്ച് നമ്മൾ അതിനെ പഠിക്കണം. കാരണം സുഷുമ്ന എന്ന് പറഞ്ഞാല് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള ഒരു പാത്താണ്, ഒരു വഴിയാണ്. അപ്പൊ കുണ്ടലിനി ശക്തിയില് 1000 സൂര്യന്റെ പ്രകാശമാണെന്ന് പറയാറുണ്ട്. കാരണം അത് കണ്ട യോഗികൾക്ക് അവരുടെ ആ ഒരു ധ്യാനത്തിൽ കണ്ടതാണ്. കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാല് ആ ഒരു 1000 അതാണ് ദേവിയെ നമ്മൾ കാണുമ്പോഴത്തേക്ക് ദേവി ആ ചിതഗ്നി കുണ്ടത്തിൽ നിന്ന് വരുമ്പം ആ ഒരു സഹസ്ര സൂര്യന്റെ പ്രഭയോടുകൂടിയാണ് അമ്മ വരുന്നത്, അല്ലേ? ആ പ്രഭയുടെ ഒരു അംശം തന്നെയാണ് നമ്മുടെ കുണ്ടലിനിയിലെ 1000 സൂര്യന്റെ പ്രകാശത്തോടുകൂടി ആ ഒരു ഒരു മെർക്കുറി ബോള്, അത് ചെറിയ ഒരു മെർക്കുറി ബോളിന്റെ അത്രയേ ഉള്ളൂ കുണ്ടലിനി എന്ന് പറയുന്നത്. അതിങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ് അതിനകത്തിരിക്കുന്നത്. ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? ഗുരു വേണം. നമുക്ക് സാധനാപദത്തിൽ പ്രവേശിക്കണം, സാധന ഉണ്ടായിരിക്കണം, ഇല്ലേ? അപ്പൊ സദാ സർവനേരവും ആ ഒരു ആകാശ സ്വരൂപമായിരിക്കണ മംഗളരൂപമായിരിക്കണ സദാശിവനെ ആ ഭൂമിയായിരിക്കുന്ന ദേവി കാണാൻ ചെന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ശ്വാസത്തിലും നമ്മള്
അകത്ത് പോയി ആ ഒരു മൂലാധാരത്തിൽ നിന്ന് ദേവി നമ്മൾ അറിയാതെ, അല്ലേ? അപ്പൊ എന്താ പറയാ, ആം, സൗന്ദര്യലഹരിയിലെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, സ രഹസ്യ പത്യാ വിഹരസേ. പത്യ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവുമായിട്ട് രഹസ്യത്തില് അമ്മ എപ്പോഴും പോയി വിഹരിക്കുന്നുണ്ട്. എങ്ങനെ? നമ്മുടെ ഓരോ ശ്വാസത്തിലൂടെ, അല്ലെ? മൂലാധാരത്തിൽ നിന്നും ആ ഒരു ഭൂമി തത്വത്തെ അതിക്രമിച്ച് ജലതത്വം, അഗ്നിതത്വം, വായുതത്വം, ആകാശതത്വം, മനസ്തത്വം, ഈ 5 തത്വങ്ങളെയും കടന്ന് ദേവി നമ്മൾ അറിയാതെ സഹസ്രാരത്തിലിരിക്കുന്ന തന്റെ പതിയുമായിട്ട് രഹസ്യമായിട്ട്, ഇത് അറിയണമെങ്കിൽ എന്ത് വേണം? ഉപാസന വേണം, അല്ലേ? ഇതിൽ പ്രവേശിക്കണം, സാധന വേണം, ഇത് അറിയാൻ നമുക്കുള്ള ബുദ്ധി വേണം. എന്നാലേ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റൂ. ഓരോ വായു അകത്തേക്ക് എടുക്കുമ്പോഴും ഈ കുണ്ടലിനി ശക്തി ഉയർന്ന് സദാശിവനുമായിട്ട് ചേർന്നതിന് ശേഷമാണ് നമ്മൾ ആ ഉച്ഛ്വാസ വായുവായിട്ട് പുറത്തേക്ക് പോവുക. അപ്പോ ആ ഒരു സർവ്വനേരവും ദേവിക്ക് ശിവനില്ലാതെ ഇല്ല. കാരണം സെപ്പറേറ്റ്, ആകാശത്തിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ദേവി ഭൂമിയായി പോയി, അല്ലേ? മാറി താഴെ വന്ന് കിടക്കുകയാണ്. അപ്പൊ ശിവനെ ആ ഓരോ നിമിഷവും ആ 21,600 ശ്വാസത്തിലും അമ്മ ശിവനുമായിട്ട് ബന്ധപ്പെടുകയാണ്. അമ്മ കാണുന്നുണ്ട്. കാരണം അവര് ഇൻസെപ്പറബിൾ ആണ്. അവരെ ഒരിക്കലും പിരിക്കാൻ സാധ്യമല്ല. അപ്പോ ആ സർവ്വനേരവും ആകാശ സ്വരൂപമായിരിക്കുന്ന തന്റെ ഭർത്താവുമായിട്ട് ഭൂമി തത്വമായിരിക്കുന്ന ദേവി ബന്ധപ്പെടുന്നുണ്ട്. ഷഡ്ചക്രങ്ങളെ ഭേദിച്ചാണ് അത് മുകളിലേക്ക് പോകുന്നത്. ആ ഒരു ഈ പറയുന്ന 6 ചക്രങ്ങളെയും ഭേദിക്കുമ്പോൾ ആ ഒരു ഷഡൂർമികള്, നമ്മളെ കാമക്രോധ ലോഭ മോഹങ്ങളായിരിക്കുന്ന 6 ശത്രുക്കളെ ഭേദിച്ചുകൊണ്ടാണ് അമ്മ മുകളിലേക്ക് പോകുന്നത്. മറ്റതെല്ലാം നമ്മൾ അജപാഗായത്രിയാണ്, അല്ലേ? നമ്മൾ അറിയാതെ ജപിക്കുന്നതാണ്. സോഹം ഹംസ, നമ്മുടെ ശ്വാസത്തെയാണ് നമ്മൾ ഹംസഗായത്രി എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ സഹ അഹം, അല്ലെ? തത്വമസി മഹാവാക്യവും അഹം ബ്രഹ്മാസി വാക്യവും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഹകാരമായിരിക്കുന്ന ശിവനും സകാരമായിരിക്കുന്ന ശക്തിയും തമ്മിൽ ചേരുന്നതിനാണ് നമ്മള് അഹം. അപ്പൊ അകാരം മുതൽ ഷകാരാന്തം വരെയുള്ള ആ വർണ്ണങ്ങൾ മുഴുവൻ ഇതിനകത്ത് വരുന്നുണ്ട്. 16 ദളങ്ങളുള്ള വിശുദ്ധി ചക്രത്തിലൂടെ കടന്നത് ആ ഒരു ആകാശ തത്വത്തിൽ പ്രവേശിച്ച് അവിടെ നിന്ന് മുകളിലോട്ട് പോയി ശിവനുമായിട്ടാണ് ചേരുന്നത്. അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചേർക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഈ ഇരിക്കുന്ന എല്ലാ ചക്രങ്ങളിലും അനേക ജന്മങ്ങളിലെ കർമ്മവാസനകള് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിനെയെല്ലാം ശുദ്ധമാക്കണം. ഇതിനെയാണ് നമ്മൾ കുണ്ടലിനി ധ്യാനത്തിലെ ഷഡ്ചക്രങ്ങളെ ശുദ്ധമാക്കണം എന്ന് പറയാൻ കാരണം. എങ്കിൽ മാത്രമേ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് കുണ്ടലിനിയെ ഈ കുലപഥത്തിലൂടെ മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാകൂ. ഓരോ ചക്രങ്ങളെയും ശുദ്ധീകരിക്കണം. ഈ പറയുന്ന മന്ത്രങ്ങള്, ഓരോ ദേവതകള് എല്ലാം ഓരോ ചക്രത്തിൽ ഇരിപ്പുണ്ട്. വീണ്ടും വീണ്ടും അതിനെയാണ് പുരസ്ചരണമൊക്കെ ചെയ്ത് നമ്മൾ ശുദ്ധമാക്കുന്നത്. ആ പാത്ത്, രാജ്ഞിയായിരിക്കുന്ന അമ്മയ്ക്ക് രാജാവിനെ കാണാൻ പോണെങ്കിൽ ശുദ്ധമായിട്ട് നല്ല ഭംഗിയായിട്ട് വെക്കണം, ഇല്ലേ? അവിടെ കാമങ്ങളോ ക്രോധം മോഹം മതം മാത്സര്യം ഇത് ഈ പറയുന്ന അഴുക്കുകൾ നിറഞ്ഞു കിടന്നാല് ദേവി ആ വഴി പോവില്ല. നമുക്ക് അറിയാൻ പറ്റില്ല അമ്മേ. നമുക്ക് സ്വന്തം നമ്മുടെ കഴിവ് കൊണ്ട് അമ്മയെ ഉയർത്തി അവിടെ എത്താൻ പറ്റില്ല. അല്ലെ? പരമമായിരിക്കുന്ന ഒരു സറണ്ടർ വേണം, ശരണാഗതി ചെയ്യണം അമ്മയുടെ പാദത്തില്. അമ്മ എനിക്കിതൊന്നും അറിയില്ല, അല്ലെ? എനിക്ക് എന്താ പറയാ, ഭവാനി അഷ്ടകത്തിൽ പറഞ്ഞ പോലെ എനിക്ക് തന്ത്രം മന്ത്രം യന്ത്രം ഒന്നും അറിയില്ല. അമ്മ തന്നെ എന്റെ കൈ പിടിച്ച് കൊണ്ടുപോകണം. അല്ലെ? ഒരു പൂച്ചക്കുട്ടിയെ എങ്ങനെയാണോ അമ്മ കടിച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ ദേവി നമ്മുടെ കൈപിടിച്ച് നമുക്ക് ആ അറിയേണ്ടതിനെ, അല്ലെ, ജ്ഞാനജ്ഞാതൃജ്ഞേയങ്ങളിലെ അറിവ് തന്നുകൊണ്ട് നമ്മളെ ദേവി ആ സ്ഥലത്ത് എത്തിക്കും. ഇതിൽ ഏതെങ്കിലും ഒരു വഴി കൂടെ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. അല്ലെ? അനേക ജന്മങ്ങളിലെ കർമ്മവാസനകള് കർമ്മം ചെയ്ത് കർമ്മത്തിലൂടെ നമ്മൾ ദഹിപ്പിക്കുക തന്നെ വേണം. എപ്പോഴാണോ നമ്മൾ അറിഞ്ഞുകൊണ്ട് കുണ്ടലിനി യോഗത്തിലൂടെ ഈ കുണ്ടലിനിയെ ഉയർത്തുന്നത്, അപ്പൊ നമ്മുടെ ഷഡ്ചക്രങ്ങൾ ശുദ്ധമായിരിക്കും. ഈ പറഞ്ഞ ഷഡ്വൈരികളെ ഇല്ലാതാക്കിക്കൊണ്ട് ആ ഒരു ഭൂമി തത്വം ജലതത്വത്തിലും, ജലം അഗ്നിയിലും, അഗ്നി വായുവിലും, വായു ആകാശത്തിലും ലയിച്ച് പൂർണ്ണമായിരിക്കുന്ന നാമരൂപങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് ശിവശക്തി ഐക്യ രൂപമോടെ ഉണ്ടാകും. അപ്പോ ഈ പറയുന്ന ഇതിനെയാണ് നമ്മൾ ടോട്ടാലിറ്റിയിലെ ബ്രഹ്മാനന്ദം, ഈ പറയുന്ന ആ ഒരു എന്താ പറയാ, ആ എപ്പോഴാണോ ശിവനും ശക്തിയും ഒന്നു ചേരുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ നാമരൂപങ്ങളെല്ലാം തന്നെ വെറും ഒരു സ്വപ്നം പോലെ, അല്ലെ? 60 70 80 വർഷം ഈ ഭൂമിയിൽ വന്നത് എന്തിനായിരുന്നു? ഈ കാണപ്പെടുന്നതെല്ലാം നമ്മുടെ ഞാന്, എന്റേത്, എനിക്കുള്ളതെന്നുള്ള ആ ഒരു എന്തിലാണോ നമ്മൾ പാശം വച്ച് കെട്ടിയിരുന്നത്, അല്ലെ? ആ ത്രിപുടിയിൽ നമ്മൾ ഇരുന്ന് നമുക്ക് സത്യത്തെ അറിയാതെ പോയി. ഈ ശിവശക്തി ഐക്യ രൂപം വരുമ്പോ എല്ലാം ഈശ്വരന്റെയാണ്. ഇവിടെ ഞാനെന്നുള്ള ഒരു വ്യക്തി ബോധമില്ല, അല്ലെ? സമൂഹം എന്നില്ല, ഒന്നുമില്ല ഇവിടെ.
എന്താ ഞാൻ എന്ന് പറയുന്ന ആ ഒരു വലിയ ഞാൻ മാത്രം അല്ലെ? എല്ലാം അമ്മയുടേത്, എല്ലാം നമ്മുടെ അച്ഛൻ്റെത്. അച്ഛനമ്മമാരായിരിക്കുന്ന ശിവശക്തികളല്ലാതെ ഇവിടെ ഒന്നുമില്ല. കുറച്ചു കാലത്തേക്ക് എന്തോ ഒരു അവിദ്യ അല്ലെ, ഒരു മായ കൊണ്ട് ഞാൻ എന്റേതാണ്, എന്റെ ശരീരം അതുമായിട്ട് ചേർത്ത് വെച്ചു പലതിനെയും. ഇതെല്ലാം അമ്മയുടേതാണ്. ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അമ്മയ്ക്ക് മാത്രമാണ്. ടോട്ടാലിറ്റിയിൽ ഇതിന്റെ ഓണർഷിപ്പ് ആരാണ്? സാക്ഷാൽ ഭഗവാൻ അല്ലേ? ശിവന്റെയാണ്. അതുകൊണ്ടാണ് ശ്രീചക്രം എന്ന് പറയുന്ന ഈ പ്രപഞ്ചം സാക്ഷാൽ ശിവയോർ വപുഹു, ഭഗവാന്റെ ശരീരമാണ്. ശിവനാണ് ഇതെല്ലാം. ശിവമയം, ശക്തിമയം. ചലിപ്പിക്കുമ്പോ ശക്തി എന്നും ചലിക്കാതിരിക്കുമ്പോ ശിവൻ എന്ന് പറയണു. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നാമരൂപങ്ങളെല്ലാം നമ്മൾ കണ്ട ഒരു നീണ്ട സ്വപ്നം മാത്രമായിരുന്നു. ജാഗ്രത്തിൽ ഉണരുമ്പോ, യഥാർത്ഥ ജാഗ്രത് ശരീരത്തിൽ ഇരിക്കുമ്പോഴല്ല, മരണത്തിന് ശേഷം ഈ ശരീരം ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മൾ ജാഗ്രതാവസ്ഥ, യഥാർത്ഥ ജാഗ്രത് എന്താണ്. ഇപ്പൊ നമ്മൾ ഉറങ്ങിയിരിക്കുക, നമ്മൾ ഡ്രീം സ്റ്റേറ്റിലാ. നമ്മൾ വിചാരിക്കണു ഇതൊരു സ്വപ്നമാണ്, നമ്മൾ വിചാരിക്കണു ഇതാണ് സത്യം എന്ന്. പക്ഷെ ഇതാണ് സ്വപ്നം എന്ന് നമ്മള് ഈ ശരീരം വിട്ട് ഈ ആത്മാവ് പുറത്തു വരുമ്പോ മാത്രമാണ് അറിയണത്. അപ്പൊ ഈ ശരീരത്തിലിരുന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആ ഒരു കരഞ്ഞുകൊണ്ടാണ് ആത്മാവ് പുറത്തേക്ക് തന്റെ ശരീരത്തിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ചെയ്യാൻ കാലം കടന്നുപോയി. ആർക്കു വേണ്ടിയും കാലം കാത്തു നിന്നില്ല. തിരിച്ചു കയറാൻ പറ്റിയില്ല. വീണ്ടും ഒരു ജന്മത്തിലേക്ക് ദേഹം സ്വീകരിക്കാനായിട്ട് അലഞ്ഞ് വീണ്ടും ഒരു ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് ശരീരം സ്വീകരിക്കുകയാണ് കർമ്മങ്ങൾ അനുഭവിച്ച് തീരാൻ. വീണ്ടും ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് പ്രസൂതി വായുവിലൂടെ വരുമ്പോ ചെയ്തതെല്ലാം മറന്നുപോയി വീണ്ടും ഈ കാണപ്പെടുന്നത് സത്യമാണ് എന്നുള്ള ബോധത്തില് വീണ്ടും ഞാന് എന്റേത് എനിക്കുള്ള ആ ഒരു ബ്രഹ്മഗ്രന്ഥിയെ പോലും, മൂലാധാര സ്വാധിഷ്ഠാന ഗ്രന്ഥികളെയാണ് നമ്മൾ ബ്രഹ്മഗ്രന്ഥി, ഈ കാമഗ്രന്ഥി എന്ന് പറയുന്നത്. കാമം എന്ന് പറഞ്ഞ ആഗ്രഹങ്ങള് അല്ലെ? ഇവിടെ എന്തൊക്കെയോ തീർക്കാനുണ്ട്, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എന്റേതാണ് എന്റേതാണ്. ആ ഞാൻ ആര് എന്നുള്ള ചോദ്യമാണ് ഈ ആത്മവിദ്യയിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഞാന് മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ഒന്നുമല്ല. എന്താണ്? ചിദാനന്ദ രൂപ ശിവോഹം. ഞാൻ ആത്മാവാണ്. അത് മാത്രാണ് ഞാന്. ഇത് വെറും ഒരു എന്താ പറയാ നാടകമാണ് അല്ലേ? നമ്മുടെ കർമ്മങ്ങള് ഇല്ലാതാക്കാൻ വരുന്ന ഒരു നാടക വേദി, ഒരു സ്റ്റേജ് ആണ് ഈ ഭൂമി എന്ന് നമുക്ക് ഏത് ജന്മത്തിന് മനസ്സിലാകുന്നോ അപ്പോഴ് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും അനുഗ്രഹീതര് മനുഷ്യരാണ്. കാരണം ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ ജ്ഞാനത്തിലൂടെ നമുക്ക് ഈ സത്യത്തെ അറിഞ്ഞുകൊണ്ട് ശരീരത്തിലൊരു മരണാനന്തരം കിട്ടുന്ന ഇതല്ല മോക്ഷം എന്ന് പറയുന്നത്. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് മോക്ഷം നേടാൻ സാധിക്കും. നമുക്കറിയാം എല്ലാവർക്കും 4 കാര്യങ്ങളാണ് അല്ലേ? ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, പിന്നെയാണ് ജ്ഞാനം. അപ്പൊ നമ്മളെല്ലാം ശരീരത്തിന്റെ ആരോഗ്യം, മരണം എന്നാണ്, ശരീരം ക്ഷയിച്ചു പോകുമോ, രോഗഗ്രസ്തമാകുമോ എന്നുള്ള ഭയമാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇല്ലേ? അടുത്തത് എന്താ? വെൽത്ത്, പണം ഉണ്ടാക്കുക. പണം ഉണ്ടാക്കുക, എന്താ പറയാ, പണം ബാങ്കിലിടുക, അതെന്നെ സംരക്ഷിക്കും എന്നുള്ള ഭയം, ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചു കൂട്ടുക, ഇതെല്ലാം എന്റേതാണ്, കുറെ മക്കള്, അതിലെല്ലാം ഇങ്ങനെ അഭിമാനിക്കുക. പിന്നെ റിലേഷൻഷിപ്പ്. എന്താ റിലേഷൻഷിപ്പ്? പാശം വെച്ചേക്കുക. കുറെ പേര് എന്റേത്, അവരോട് പ്രത്യേക സ്നേഹം, അവരെ എല്ലാം സ്നേഹം കൊണ്ട് കെട്ടിവെക്കും. അവര് വിട്ടുപോകുമ്പോ വിലപിക്കും. അവര് പോയല്ലോ, ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന്. നമ്മൾ എന്നും ഒറ്റയ്ക്കാണെന്നുള്ള സത്യം നമ്മൾ മറന്നു പോകുന്നു. ഇത് മൂന്നും കഴിഞ്ഞിട്ടാണ് നമ്മൾ ജ്ഞാനം എന്നുള്ള പറയുന്ന തലം വരുന്നത്, അറിവ്. അപ്പൊ ഈ ഒരൊറ്റ അറിവ് കൊണ്ട് നമുക്ക് ഈ മൂന്നെണ്ണത്തിനെ ഇല്ലാതാക്കാം ഇല്ലേ? എന്താണ് ജ്ഞാനം? അവിദ്യ അല്ലെ? അവിദ്യാമായയെ നമ്മൾ ഇല്ലാതാക്കി ഞാൻ എന്ന് പറയുന്നത് ആ തത്വമായിരിക്കുന്ന അമ്മ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തില്. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം അമ്മയുടേതാണെന്ന് അറിയുമ്പോ ഈ ആദ്യത്തെ മൂന്നെണ്ണം നമ്മളെ വിട്ടുപോകും അല്ലേ? നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ രോഗങ്ങൾ. കാരണം മരണം എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയിക്കുന്നതല്ല, കാലം നിശ്ചയിക്കുന്നതാണ്. അതിനൊരു നിയാമക ശക്തിയുണ്ട്. ഈ പറയുന്ന ധനം എത്ര സമ്പാദിച്ചാലും നമ്മുടേതല്ല, ഇവിടെ വിട്ടുപോവേണ്ടതാണ്. റിലേഷൻഷിപ്പ് ഒരിക്കലും മനുഷ്യരുമായിട്ട് ഒരു റിലേഷനും ശാശ്വതമല്ല. അച്ഛൻ, അമ്മ, മക്കള്, കുടുംബം, അതുപോലും ശാശ്വതമല്ലെങ്കിൽ പിന്നെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈശ്വരനുമായിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാവും. അപ്പൊ 4ാമത്തെ തലമായിരിക്കുന്ന ജ്ഞാനം ലഭിച്ചാൽ എന്താ ഉണ്ടാവുക? ഈ മൂന്നെണ്ണം നമുക്ക് ഇല്ലാതാവും. പിന്നെ ഒന്നിനോടും പ്രത്യേകിച്ച് നമ്മൾ അറ്റാച്ച്മെന്റ് വെക്കേണ്ട ആവശ്യമില്ല അല്ലെ? അപ്പോ ഈ കുണ്ടലിനി സാധനയിലൂടെ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ഉയർന്ന തലമാണ്. അപ്പോ എന്താണ് ആ ഒരു ഈ സത്യത്തെ അറിയുമ്പോൾ നമുക്കൊരു വിരക്തി ഭാവന ഉപാസകന് കൈവരും. കാരണം എല്ലാത്തിനോടും എന്താണിത്, ഇത്രേ ഉള്ളൂ, എന്തിനൊക്കെ നമ്മൾ ആർത്തി പിടിച്ച് നടന്നു അതെല്ലാം വളരെ നിസാരമാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ ആ ടോട്ടൽ ആയിരിക്കുന്ന ഈ അമ്മയെ പഠിക്കുമ്പോൾ, ഈ നാമങ്ങൾ ഉരുവിടുമ്പോൾ, അമ്മയുടെ രൂപം കാണുമ്പോൾ നമുക്ക് ആ ഒരു ആനന്ദത്തെയാണ് നമ്മൾ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് ചിലപ്പോ കുണ്ടലിനി ഉണർന്നില്ല എന്നിരിക്കും,
ആ ഒരു ശിവശക്തി ഐക്യത്തില് അമൃത വർഷണം ഒന്നും നടന്നില്ലെങ്കിൽ പോലും സദാ ഒരു ആനന്ദം. അമ്മയുടെ പടം കാണുമ്പോ, അമ്മയെ സ്മരിക്കുമ്പോ, അമ്മയുടെ രൂപം ഉള്ളിൽ കാണുമ്പോ, അമ്മയുടെ കാര്യങ്ങൾ പറയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം, അത് തന്നെയാണ് ബ്രഹ്മാനന്ദം. കാരണം അത് സാധാരണക്കാര് അത് ആ ഭക്തിയുടെ തലത്തിൽ നിന്നാണ് ജ്ഞാനത്തിലേക്ക് എത്തുക. അപ്പൊ ആ ഒരു എന്താ പറയാ, ആ ഒരു ടോട്ടൽ ബ്രഹ്മാണ്ടത്തിൽ നമുക്ക് ആരോടും വിദ്വേഷം ഇല്ല. എല്ലാം അമ്മയാണെന്ന് അറിഞ്ഞ പിന്നെ ഇവിടെ എന്താ നമുക്കുള്ളത്? പരസ്പരം ആ ഒരു വിരുദ്ധ ഭാവം. നമുക്ക് ആരോടും ആ ഒരു ശത്രുതയില്ല. എല്ലാവരും നന്നായിരിക്കട്ടെ. അവിടെയാണ് സർവ്വവൈ സുഖിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഈ മന്ത്രം നമ്മൾ പറയുന്നത് ഭാരതീയര് മാത്രമാണ് ഇത് പറയുന്നത്. കാരണം എല്ലാവരും നന്നായിരിക്കട്ടെ. ഞാൻ കാരണം ആർക്കും ദുഃഖം വരാതിരിക്കട്ടെ. പ്രപഞ്ചത്തിൽ എല്ലാം നന്നായിരിക്കട്ടെ. പഞ്ചഭൂത ശുദ്ധി ഉണ്ടാവട്ടെ. അമ്മയായിട്ടിരിക്കുന്ന ദേവി അല്ലെ, മഴ പെയ്യുമ്പോഴ്, കാറ്റ് വീശുമ്പോഴ്, പ്രപഞ്ചത്തിൽ നല്ല സൂര്യോദയം കാണുമ്പോഴ്, കടല് കാണുമ്പോഴ്, അയ്യോ ഇതെല്ലാം എന്റെ അമ്മയല്ലേ എന്ന് പറയുമ്പോഴുള്ള ഒരു ആനന്ദം അല്ലെ. അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മുടെ സഹോദരികളാണ്, സഹോദരന്മാരാണ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ആ ഒരു ഭാവം എപ്പോഴും, സമഭാവന എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ വരുന്നത്, അപ്പൊ മാത്രമേ നമുക്ക് ഈശ്വരനായിരിക്കുന്ന പരാശക്തിയെ എല്ലാത്തിലും കണ്ട് ആ ഒരു എന്താ പറയാ, ഒരു വൈരാഗ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറിയിട്ടോ ആ ടോട്ടലായിരിക്കുന്ന അമ്മയില് ലയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോ ഉള്ളൂർ എസ് പരമേശ്വര അയ്യര് പറയുന്ന പോലെ അടുത്തു നിൽപ്പോർ അനുജനെ കാണാൻ അക്ഷികളില്ലാത്തോർ അദൃശ്യനീശൻ അല്ലെ. അദൃശ്യനായിരിക്കുന്ന ഈശ്വരൻ എന്താ അങ്ങനെ തന്നെ ഇരിക്കാൻ കാരണം എന്താ? സ്വന്തം സഹോദരന്റെ, നമ്മുടെ ഒരു നെയ്ബറിന്റെ ഇല്ലേ, ഒരു അയൽവാസിയുടെ ഉള്ളിൽ ഈശ്വരനാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു വ്യക്തിക്ക് ആ ഒരു ഈശ്വരൻ അദൃശ്യയാൽ അതിലെന്താ ആശ്ചര്യം? അപ്പൊ നമുക്ക് ആദ്യം എന്താ, എല്ലാത്തിലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റണം. പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന പ്രപഞ്ചത്തിലും എല്ലാ മനുഷ്യരിലും എല്ലാ ജീവജാലങ്ങളിലും കണ്ട് നമസ്കരിക്കണം. എല്ലാത്തിനോടും ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഏറ്റവും ഏത് ഉപാസനയുടെയും ബേസ് എന്ന് പറയുന്ന നന്ദിയാണ് അല്ലെ. നമ്മൾ ഈശ്വരനോട് നന്ദി പറയണം. കാരണം എന്താ, നമുക്ക് ഈ ശരീരം തന്നു, ഇത് മനസ്സിലാക്കാൻ പറ്റി, ഈശ്വരനിൽ ചേരാനുള്ള വഴി കാണിച്ചു തന്നു. പ്രപഞ്ചത്തോട് നന്ദി പറയണം. നമ്മൾ ഇന്ന് ആഹാരം കഴിക്കുന്നു, ശ്വസിക്കുന്നു, ഇതെല്ലാം അമ്മ തന്നതാണ്. നമുക്ക് അമ്മയാണ്, അമ്മയായിട്ടാണ് ഈ ഇരിക്കുന്ന ഭൂമി അമ്മയാണ് അല്ലേ. ഇതെല്ലാം തന്ന അമ്മയോട് ഒരു നന്ദി. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന മാതാപിതാക്കളോട് നന്ദി. നമുക്ക് വളരാൻ തരുന്ന സാഹചര്യങ്ങളോട് നന്ദി. എല്ലാത്തിനോടും ആ ഗ്രാറ്റിറ്റ്യൂഡ് അതുള്ള എവിടെയാണോ വിനയമുള്ളത് അല്ലെ, നമുക്ക് അർപ്പണ ബോധമുള്ളത്, അവർക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ എന്ന് പറയുന്ന അദൃശ്യ കരങ്ങള് എപ്പോഴും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ നമ്മള് എന്താണ് ഈ ഒരു കുണ്ടലിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ശരിക്കും പറഞ്ഞാല് ബാഹ്യപൂജകളെല്ലാം ഒതുങ്ങി ഈ സത്യത്തെ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെയാണോ നമ്മൾ ബാഹ്യത്തിൽ ചെയ്തുകൊണ്ട്, അപ്പൊ അന്തർമുഖ സമാരാധ്യ എന്ന് അമ്മയ്ക്കൊരു പേരുണ്ട് അല്ലെ, അംബിക, അംബ. അപ്പൊ അന്തർമുഖത്വം ബഹിർമുഖത്വം രണ്ടിലും ഇരിക്കുന്നവൾ, അതാണ് അംബ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അകത്തും ഇരിക്കുന്നവൾ, ബഹിർമുഖമായിട്ടും ഇരിക്കുന്നവൾ. അപ്പൊ ബാഹ്യപൂജകളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ് ഈ സത്യം അറിയുമ്പോൾ. അതിലൊന്നും താല്പര്യം ഇല്ലാതെ വരും. നമ്മൾ കണ്ടു ശ്രീരാമകൃഷ്ണ പരമഹംസര് 6 മാസമാണ് അമ്മയ്ക്ക് കാളിക്ക് ബാഹ്യപൂജകൾ ചെയ്തത്. പിന്നെ എന്തായി, എല്ലാം തന്റെ തലയിൽ ഇടാൻ തുടങ്ങി അല്ലേ. പൂക്കളെല്ലാം തന്റെ തലയിലിടും, ഭക്ഷണം കഴിക്കും, എല്ലാം ഈശ്വരൻ തന്റെ ഉള്ളിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പറയുന്ന സത്യം അറിയുമ്പോഴാണ് നമ്മൾ ബാഹ്യപൂജയ്ക്ക് താല്പര്യമില്ലാതെ വരുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ, ഇതിന് 3 സ്ഥാനങ്ങളുണ്ടെന്ന് പറയണു. കാമകലാരൂപം, അതായത് ദേവിയുടെ കാമകലാരൂപം എന്ന് പറയുന്ന കുണ്ടലിനി രൂപം എന്ന് പറഞ്ഞാല് ഒരു ബിന്ദു, അത് 2 ബിന്ദുക്കള്, പിന്നെ ഒരു ത്രികോണം. ഇത് ഗുരുവിൽ നിന്ന് അറിയേണ്ടതാണ്, വളരെ രഹസ്യമാണ്. ആ കാമകലാ മന്ത്രം എന്ന് പറയുന്നതാണ് ഏറ്റവും എന്താ പറയാ പരാപര രഹസ്യമായിട്ടിരിക്കുന്നതാണ്. അപ്പൊ ദേവി കുലാങ്കനയായിട്ട് ആ ഒരു കുലാങ്കന, കുലാന്തസ്ഥ, കൗളിനി, കുളയോഗിനി അല്ലെ, ഇവയിലൂടെ ഇതിന്റെ അർത്ഥം അറിയുമ്പോഴാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഈ ക്ഷേത്രം, ആദ്യം തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. നമ്മുടെ പുണ്യപാപങ്ങള്, നമ്മുടെ കർമ്മങ്ങളാകുന്ന പുണ്യപാപങ്ങൾ വിതച്ച് കൊയ്യാനുള്ള ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രം പറഞ്ഞ വയലെന്ന് അർത്ഥമുണ്ട് അല്ലെ. നമ്മള് എന്താണോ വിതയ്ക്കുന്നത് അത് കൊയ്യുന്നു അല്ലെ, അതിനുള്ള ഒരു വയലാണ്. ദേവിയുടെ ഈ നാമങ്ങൾ പറയുമ്പോ പഠിക്കുമ്പോ നമ്മള് കുലാങ്കന, കുലാന്തസ്ഥ, കൗളിനി, കുളയോഗിനി, ഇതിന്റെ അർത്ഥം അറിയുമ്പോ ഈ ശരീരമാണ് വയല്. ഇത്രയും പുണ്യമായിരിക്കുന്ന ഒരു ശരീരം നമുക്ക് ലഭിച്ചിട്ട് അതിനെ ഞാൻ പൂർണ്ണമായിട്ട് പെടുത്തിയോ, ഈ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലെ. ഇതുവരെ എന്തുകൊണ്ടാണ് എനിക്ക് എന്താ പറയാ ഇതൊന്നും അറിയാതെ പോയത്?
അപ്പൊ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇത് മനസ്സിലാകാതെ പോയി എന്ന് വേണം പറയാൻ. കാരണം അനേക ജന്മങ്ങള് ഞാൻ പറഞ്ഞില്ലേ കർമ്മം ക്ഷയിച്ചെങ്കിലും വാസനകളെ ക്ഷയിച്ചെങ്കിലും മാത്രമേ, വാസനകൾ എന്ന് പറഞ്ഞാൽ എന്താ, ബാഹ്യമായിരിക്കുന്ന കർമ്മങ്ങളിലോട്ടുള്ള താല്പര്യം. ദേവിയെ അറിയണമെങ്കിൽ എന്താ വേണ്ടേ, നമ്മൾ ഉള്ളിലോട്ട് വരണം. അപ്പോ ആ ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദേവിയെ അറിയുമ്പോഴാണ്. അപ്പൊ ആ ഒരു മൂലമന്ത്രാത്മികമായിട്ടുള്ള ദേവി നമ്മുടെ ശരീരത്തിലാണെന്ന് ഇരിക്കുന്നത് അറിയുമ്പോ നമുക്കെന്താ, ആ ഒരു ആനന്ദം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്ത, ഈ ശരീരം വിട്ടുപോകുമ്പോ എവിടെയാണോ എത്തിച്ചേരേണ്ട ആ മണിദ്വീപം, നമുക്കറിയാം മണിദ്വീപം എവിടെയാ, ഈ പറയുന്ന കൈലാസത്തിന് മുകളിൽ, ഈരേഴ് 14 ലോകങ്ങൾക്ക് മുകളിലാണ് അമ്മയുടെ വാസസ്ഥാനം. ആ ഒരു ചിന്താമണി ഗൃഹം, അവിടെ ഇരിക്കുന്ന അമ്മയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്ന കുലം എന്ന് പറയുന്ന ആ കുലത്തിലൂടെ സഞ്ചരിച്ച് അകുലത്തിലായിരിക്കുന്ന, അകുളം, അകുളം എന്ന് പറഞ്ഞാൽ സഹസ്രാര പത്മം എന്നൊരു അർത്ഥമുണ്ട്, ശിവൻ ഇരിക്കുന്ന സ്ഥലം, കുലമില്ലാത്തവൻ, നാമരൂപങ്ങളില്ലാത്തവൻ, അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ നാമരൂപങ്ങള് അല്ലെ, ഞാന് എന്റേത് എന്ന് പറയുന്ന ഞാൻ, എനിക്ക്, എന്റേത്, അപ്പൊ ഈ ത്രിപുടി ഇല്ലാതായി നമുക്ക് ആ പൂർണ്ണമായിരിക്കുന്ന സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കൂ. ആ 24 നാമങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ മൂലമന്ത്രാത്മിക തുടങ്ങി 24 മന്ത്രങ്ങള് ബിസ തന്തു തനീയസിയെ നമ എന്ന് പറയുന്ന നാമത്തിൽ എത്തിച്ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ആ ഒരു സത്യത്തെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ മന്ത്രം എന്താണ്? മനനാൽ ത്രായതേ ഇതി മന്ത്രം അല്ലെ. അപ്പോ മനനം ചെയ്യണം അല്ലെ. മനഃ ഇതി മന്ത്രം, നമ്മുടെ മനസ്സ് മന്ത്രമയമായിട്ട് തീരണം. അപ്പൊ എന്തിനെ വിശ്വസിച്ച് ജപിക്കുന്നു അത് നമ്മളെ രക്ഷിക്കും, അതാണ് മന്ത്രം. അപ്പൊ ജപം നമ്മള് എന്താ പറയാ 3 രീതിയിലുണ്ടെന്ന് കണ്ടു അല്ലെ. ആ ഒരു അധമത്തില്, അതായത് നമ്മള് ഒരിക്കലും മന്ത്രം വെളിയിൽ ജപിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്, ഉള്ളിൽ തന്നെയാണ് ജപിക്കേണ്ടത്. കാരണം ഏറ്റവും ഉയർന്നത് ഉള്ളിലെ മാനസ ജപം തന്നെയാണ് ഏറ്റവും ഉത്തമം. അനക്കുന്നതിന് നമ്മള് ഉപാംശുവായിട്ട് ജപിക്കുന്നതിനെ മധ്യമം എന്ന് പറയും. പുറത്തേക്ക് മന്ത്രങ്ങള്, സാധാരണ സ്തോത്രങ്ങള് വായിക്കും, പക്ഷെ മന്ത്രങ്ങൾ ജപിക്കാറില്ല. അപ്പോ ആ ഒരു കാരണം ആ ഒരു ഇത് അറിഞ്ഞു വേണം നമ്മൾ ജപിക്കാൻ. ഇപ്പൊ ശിവലിംഗം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓം നമ ശിവായ അല്ലെ, നമ്മളും ആ ഒരു നമ്മുടെ പേര് ഒന്ന് തന്നെയാണ്. നമ്മൾ ഓം നമ ശിവായ എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് ശിവലിംഗം ഓർമ്മ വരും, ഇല്ലെങ്കിൽ ഭഗവാന്റെ രൂപം ഓർമ്മ വരും. അപ്പൊ എന്ത് ജപിക്കുന്നോ അത് തന്നെയാണ് നമുക്ക് ആ ഒരു ആ രൂപം നമ്മുടെ ഉള്ളിൽ വരണം. അപ്പൊ മന്ത്രത്തെ മനസ്സിലാക്കി ഉള്ളിൽ ജപിക്കണം, അതിൽ രസിക്കണം, അത് അനുഭവിക്കണം, ആ അക്ഷരങ്ങള് മനസ്സിൽ എഴുതണം. ഈ ശക്തി ശരിക്കും പറഞ്ഞാൽ വിരാട രൂപത്തിലിരിക്കുന്ന ദേവിയാണ് കാണിച്ചു തരുന്നത്. അങ്ങനെ മൂലമന്ത്രാത്മിക എന്ന് പറയുന്ന നമ്മള് എന്താ പറയാ ആ തലത്തില് ദേവിക്ക് ആ പഞ്ചദശാക്ഷരിയുടെ 3 കൂടങ്ങള് എല്ലാ മന്ത്രങ്ങളുടെയും മൂലമാണ്. കാരണം ഒരു 5, 6, 4 മാത്രയാണ് പഞ്ചദശ മന്ത്രത്തിനുള്ളത്. എല്ലാത്തിനും കാരണം ഇതിൽ നിന്നാണ് സപ്തകോടി മന്ത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചദശി മന്ത്രമാണ്. ഈ പ്രപഞ്ചം ഇരിക്കുന്ന 36 തത്വങ്ങളും ഈ മൂലമന്ത്രത്തിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രത്തിന് മന്ത്രരാജൻ അല്ലെ, പ്രൈമോഡിയൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ രഹസ്യ ഉപാസന എന്ന് പറയുന്നത്. ആരും കാണാതെ കേൾക്കാതെ ന്യാസ ജപങ്ങള് ഇതെല്ലാം ചെയ്തിട്ട് വേണം ഈ മന്ത്രം ജപിക്കാനെന്ന് പറയാറുണ്ട്. ശക്തി ഉപാസന എല്ലാം ഉള്ളിലാണ്. കാരണം ഒന്നും പുറത്ത് ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീക്ക് ഗോപ്യം അല്ലെ, ആ ഗോപ്യമായിട്ട് സ്ത്രീകളില് എന്താ പറയാ പല കാര്യങ്ങളും ചെയ്യുന്നത് ഗോപ്യമായിട്ടാണ്. അപ്പോ അതുപോലെ വേണം ഈ മന്ത്രം ജപിക്കാൻ. ശിവ ഉപാസന, വിഷ്ണു ഉപാസന എല്ലാം നമുക്ക് വെളിയിൽ ചെയ്യാം. വിഷ്ണു മന്ത്രങ്ങള് ആ ഒരു ബാഹ്യ ആരാധന അത് പ്രചരിപ്പിക്കാനുള്ളതാണ്. ആ മന്ത്രം ആ ശിവന്റെയും വിഷ്ണുവിന്റെയും എല്ലാം തന്നെ നമുക്ക് പുറത്ത് ജപിക്കാം. ശിവസ്യ ഹൃദയം, ശിവസ്യ ഹൃദയം വിഷ്ണു, അതായത് വിഷ്ണുവും ശിവനും വേറെയല്ല. അപ്പൊ ദേവി ഉപാസന എന്ന് പറയുന്നത് ഗുപ്ത ഉപാസനയാണ്. ദേവി മന്ത്രം എന്ന് പറയുന്നത് മൗനമായിട്ട് ഉള്ളിൽ ജപിക്കണം. വലത് കരം കൊണ്ട് ഹൃദയത്തിൽ തൊട്ട് ജപിക്കണം. കാരണം എന്താ, ഹൃദയത്തിന്റെ 4 വാതിലുകള് വിഷ്ണു, ശിവൻ, ബ്രഹ്മ, പരാശക്തി. അപ്പൊ ആ ഒരു ദേവിയുടെ ഗൃഹം, അതായത് 4 ഗോപുരങ്ങളുള്ള ആ ഒരു സുമേരു മധ്യശൃംഗത്തിലാണ് അമ്മ താമസിക്കുന്നത്. ഈ നാമങ്ങളെല്ലാം തന്നെ ഹൃദയത്തിൽ വച്ച് ജപിക്കണം നമ്മള്. ഇത് പുറത്തല്ല നമ്മൾ കാണേണ്ടത്. കാരണം ശരിക്കും പറഞ്ഞാല് ആ ഒരു ഹോൾ ബോഡി എന്താ പറയാ വർക്ക് ചെയ്യാൻ കാരണം എന്താ, നമ്മുടെ ശരീരം മുഴുവനും പ്രവർത്തിക്കുന്ന എന്തുകൊണ്ടാണ്, ഹൃദയം ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലെ. ആ ഹൃദയം എന്ന് പറയുന്ന ഹൃദയസ്ഥാനം, ജീവാത്മാവ് ഇരിക്കുന്ന സ്ഥാനം, ആ ജീവാത്മാവ് തന്നെയാണ് അമ്മ. അപ്പൊ നമ്മുടെ ഉള്ളില് ആ ബാല വളർന്ന് കാമേശ്വരിയായിട്ട് ലളിതയായിട്ട് വളർത്തിയെടുക്കണം നമ്മൾ. ഈ മന്ത്രജപത്തിലൂടെ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ശിവശക്തി ഐക്യരൂപിണി ലളിതാംബികയായിട്ട് നമ്മൾ വളർത്തണം. ഈ ശക്തി
ആ ഒരു എന്താ പറയാ ഇരിക്കുന്ന വാഴുന്ന അമ്പലം. അമ്പലം എന്ന് പറഞ്ഞാൽ എന്താ? അൻപ് അലമായിട്ട് ഒഴുകുന്നത് ഇല്ലേ? ദേവിയുടെ ആ ഒരു അമ്മയുടെ സ്നേഹം ഒഴുക്കിക്കൊണ്ട് ആ ഒരു ശിവശക്തി ഐക്യ രൂപിണിയായിട്ട് ലളിതാംബികയായിട്ട് നമ്മുടെ ഉള്ളില് ഈ പറയുന്ന ഹൃദയപത്മത്തിൽ അമ്മ ഇരിക്കുകയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ആ ശ്രീപുരവും ചിന്താമണി ഗൃഹവും എല്ലാം. അപ്പൊ ഈ ശക്തി വാഴുന്ന ഈ ശരീരം എന്താണ്? അമ്മ ഇരിക്കുന്ന ക്ഷേത്രമാണ് അല്ലേ? അപ്പൊ ഈ ശരീരത്തെ നമ്മൾ എന്താ പറയാ അത്രയും പുണ്യമായിട്ട് കാണണം. ഇത് തന്ന അമ്മയോട് നന്ദി പറയണം. അപ്പൊ ഈ ക്ഷേത്രത്തിനകത്തെ ക്ഷേത്രജ്ഞൻ ആരാ? ഈ ദേവി തന്നെയാണ്. ഈ ശക്തിയാണ് അല്ലേ? ഈ ശരീരം തന്നെ ഈ ശരീരത്തില് ഒഴിക്കുന്ന ഓരോ ജലവും തീർത്ഥമാണ്. നമ്മളെ ഓവിൽ കൂടെ വരുന്ന അവിടെ ഒരു ബിംബത്തിൽ ഒഴിക്കുന്ന വെള്ളം നമ്മൾ എന്താ പറയാ? തീർത്ഥം. അതുപോലെ നമ്മൾ കുളിക്കുമ്പോ ഈ ശരീരത്തിൽ വീഴുന്ന ഓരോ ജലവും തീർത്ഥമാണ്. ഇത് ക്ഷേത്രമാണ്. കാരണം മന്ത്ര ഉപാസന ഒരു ചെറിയ കുഞ്ഞിനെ വളർത്തുന്നത് പോലെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. ആദ്യത്തെ 1 വർഷം സമയം കൂടുതൽ എന്താ എടുക്കും കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഇല്ലേ? കാരണം എന്താ? വളരെ കുഞ്ഞിനൊന്നും അറിയില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പൊ ആദ്യത്തെ 6 മാസം കുട്ടി ഫുൾ ഉറക്കമായിരിക്കും. പിന്നെ കൈകാലിട്ടടിച്ചു തുടങ്ങും. പിന്നെ നടക്കാൻ തുടങ്ങും. ഇല്ലേ? അത് പിന്നെ വളരും. അങ്ങനെ നമ്മുടെ ശരീരം തളരുമ്പോ നമ്മുടെ മനസ്സിനെ നമ്മൾ താങ്ങി ഉയർത്തി എത്തേണ്ടടുത്ത് എത്തിക്കണം. ഈ മന്ത്രശക്തി അതാണ്. അതിനാണ് ഈ മന്ത്രശക്തിയെ നമ്മൾ വളർത്തുന്നത്. അപ്പൊ ഭക്തൻ എന്ത് വേണം? കാത്തിരിക്കണം. അല്ലേ? പതുക്കെ പതുക്കെ ആ കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവരണം. ആ ഒരു ശക്തമായ ആ ഒരു എന്താ പറയാ ആ ഒരു തലത്തില് അത് അതിന്റെ ആവരണം മാറ്റി, അതിന്റെ പടം മാറ്റി അത് പുറത്തേക്ക് വരണം. ഇപ്പൊ മൂലാധാരം എന്ന് പറയുന്ന ഭൃത്യതത്വം, കുണ്ടലിനി എന്ന് പറഞ്ഞ എന്നാൽ ഭൂമി എന്ന് അർത്ഥമുണ്ട്. അപ്പൊ ഇരിക്കുന്ന ആ ഒരു അണ്ഡം, കുണ്ടം അല്ലേ? അപ്പൊ ബ്രഹ്മാണ്ടത്തിന്റെ ശക്തി എവിടെയാ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന സ്ഥലത്തിനെയാണ് ഈ കുണ്ടം എന്ന് പറയുന്നത്. ബ്രഹ്മാണ്ടത്തിലെ ശക്തി ശരീരത്തിലെ ഒരു ചെറിയ ചക്രത്തിൽ ഇരിക്കുന്നു. ബേസ് അല്ലെ? നമ്മുടെ ആ ഒരു മൂലാധാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് കടുകിന്റെ അത്രയുള്ള വളരെ ചെറുതായിട്ട് അല്ലെ? ആ ഒരു ചെറിയ ശക്തിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കണു. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രഹ്മാണ്ടം ആൻഡ് പിണ്ടാണ്ടം എന്ന് പറയാൻ ആ ഒരു എന്താ പറയാ കോസ്മിക് ശക്തിയും ആ പിണ്ടാണ്ടവും രണ്ടല്ല. ആസ് ഈസ് ദ കോസ്മോസ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മള് ആ വേദത്തിൽ തന്നെ ആദ്യം പറയുന്നുണ്ട് അല്ലേ? ആ യൂണിവേഴ്സ് പോലെ തന്നെയാണ് പിണ്ടാണ്ടം. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന്. അപ്പോ ആ താൻ തന്നെയാണ് അത് ഇല്ലേ? തത്വമസി. ആ മഹാവാക്യം ഈ കുണ്ടലിനിയെ നമ്മള് എന്താണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇപ്പൊ നമുക്ക് കുറെ മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? തത് ത്വം അസി. കാരണം എന്താ? അത് പ്രാക്ടീസ് കൊണ്ടേ മനസ്സിലാവൂ. ചുമ്മാ പറഞ്ഞ തത്വമസി എന്ന് പറഞ്ഞാൽ പറ്റില്ല. തത് എന്ന് പറഞ്ഞാൽ അത് അല്ലേ? അത് എന്ന് പറഞ്ഞാൽ എന്താ? നാമരൂപങ്ങളില്ലാത്ത, പേരില്ലാത്ത അത് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ആ ബ്രഹ്മത്തെ കുറിക്കുന്നു. അത് തന്നെയാണ് ഞാൻ. അപ്പൊ ഇതിനെ നമ്മൾ പ്രാക്ടീസിലൂടെ ഈ കുണ്ടലിനി ഉണർന്നെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കുള്ളൂ. കുലം എന്ന് പറഞ്ഞാൽ ത്രിപുടി എന്ന് പറയാം. എല്ലാം നമ്മള് ദേവിക്ക് മൂന്നാണ് അല്ലെ? ഒരു ത്രികോണത്തിനുള്ളിൽ അമ്മ ഇരിക്കുന്നത്. അപ്പൊ ത്രികണ്ഠ, ത്രിസ്ത, ത്രിപുരമാലിനി, ത്രിഗുണ അല്ലെ? ഈ പേരുകളെല്ലാം തന്നെ എന്താ കാണിക്കുന്നത്? അമ്മയുടെ 3 എന്നുള്ള ആ ഒരു ഭാവത്തെയാണ് കാണിക്കുന്നത്. അപ്പോ ഈ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന ഒരു തലമാണ്. ആ ഒരു എന്താ പറയാ ഒരു നല്ല കൃഷിക്കാരൻ താന് ഒരു വിത്ത് കല്ലില് വിതച്ചാല് എന്താ അത് കരിഞ്ഞു പോകും. പക്ഷെ നല്ല വയലിൽ ഉഴുത് വിതച്ചാലോ ആ ഒരു നെല്ല് ഒരു നാഴിക്ക് കൊയ്യാമെന്ന് പറഞ്ഞ പോലെ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തിയിട്ട് വേണം ഈ കുണ്ടലിനി ശക്തിയെ കുറിച്ച് പഠിക്കാന്, ഉപാസനാ മാർഗത്തില് പ്രവേശിക്കാന്. ആ ഉപാസനയിലൂടെ തന്നെ വേണം നമ്മള് ഈ കുണ്ടലിനിയെ അറിഞ്ഞ് അതായിട്ട് തീരാൻ ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം വേണം. ആ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനിയും കുണ്ടലിനിയെ നാമങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ അടുത്ത എപ്പിസോഡില് നാമങ്ങളിലേക്ക് പ്രവേശിക്കും. ആ കുണ്ടലിനി ദേവി പ്രാണശക്തിയായിട്ടിരുന്ന് എന്താ പറയാ നമ്മുടെ സഹസ്രാരത്തിലെ ശിവശക്തി ഐക്യ രൂപിണിയായിട്ടിരുന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ഇവിടെ നിർത്താം. ഭക്തിം ഭാഗ്യം യശജ്ഞാതിയും വിദ്യാബുദ്ധിം ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി. സർവം ലളിതാർപ്പണമസ്തു. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.